Debate with Dr. Arun Kumar. ഹലോ, ഗുഡ് ഈവനിംഗ്. ബീഹാർ മോഡൽ വോട്ടർ പട്ടിക പരിഷ്കരണത്തെ ചൊല്ലി വിവാദം കനക്കുന്നു. പ്രതിപക്ഷ വോട്ടുകൾ വെട്ടിനിരത്താനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചതിപ്രയോഗമാണ് നീക്കം എന്നാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം. കംപ്ലീറ്റ് നോൺസെൻസ് എന്നാണ് രാഹുൽ ഗാന്ധി ഇന്ന് പ്രതികരിച്ചത്. ലോക്സഭ ഇന്നും ഈ വിഷയത്തിൽ സ്തംഭിച്ചു. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള നീക്കമെന്നാണ് RJD നേതാവ് തേജസ്വി യാദവിന്റെ വിമർശനം. വേണ്ടിവന്നാൽ ഒക്ടോബറിൽ നടക്കുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുമെന്നാണ് മുന്നറിയിപ്പ്. മഹാരാഷ്ട്രയിലും കർണാടകയിലും ഒടുവിലിത ബീഹാറിലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് ചോദ്യം ചെയ്യപ്പെടുന്നു. സുപ്രീം കോടതി വിധി പോലും മറികടന്ന് കമ്മീഷൻ നീങ്ങുമോ? വെട്ടിനിരത്താനോ കമ്മീഷൻ എന്നാണ് ചോദ്യം. അതിഥികളായി CPM-ൽ നിന്നും ഡോക്ടർ V. ശിവദാസൻ MP, UDF-ൽ നിന്നും മുസ്ലിം ലീഗ് MP PV അബ്ദുൽ വഹാബ് MP, BJP പ്രതിനിധീകരിച്ച് കേണൽ ഡിന്നി, ഒപ്പം രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ മോഹൻ വർഗീസ് എന്നിവരാണ്. ആദ്യം കേണൽ ഡിന്നിയിലേക്ക്. കേണൽ ഡിന്നി, ഗുഡ് ഈവനിങ്. ഇതൊരു കംപ്ലീറ്റ് നോൺസെൻസ് എന്നാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. സുപ്രീം കോടതി നിർദ്ദേശിച്ച ചില നിർദ്ദേശങ്ങൾ പോലും അവഗണിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് പോവുകയാണ്. ഒക്ടോബറിൽ നടക്കാൻ പോകുന്ന ഒരു തിരഞ്ഞെടുപ്പിൽ 2 മാസം മുൻപ് 52 ലക്ഷം പേർ വോട്ടർ പട്ടികയ്ക്ക് പുറത്തായിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കയ്യിൽ കണക്കുണ്ട്. അത് മരിച്ചവരെത്ര, മറ്റു മണ്ഡലങ്ങളിലേക്ക് പോയവരെത്ര, ഇരട്ട വോട്ടുകളുള്ളവരെത്ര. പക്ഷേ 3 കോടി വോട്ടർമാരെങ്കിലും ഈ പോക്ക് പോയാൽ പുറത്താകുമെന്നാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു ഭയം. മാത്രമല്ല, മറ്റു സംസ്ഥാനങ്ങളിലേക്കും ഇത് വ്യാപിപ്പിക്കാൻ പോവുകയാണ്. ഈ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ വോട്ടർ പട്ടികയിലെ വെട്ടിനിരത്തലാണോ ശ്രീ കേണൽ ഡിന്നി? ഡോക്ടർ അരുൺ, ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നോക്കൂ, ഒരു 2 കാര്യമാണ്. ഒന്ന്, ഞാനിവിടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ വക്താവായിട്ടാണ്, ഇലക്ഷൻ കമ്മീഷൻ്റെ വക്താവായിട്ടല്ല. പക്ഷേ തീർച്ചയായിട്ടും ഞങ്ങളുടെ വ്യൂസ് ഞാനിതിനകത്ത് പറയും. രണ്ടാമതായിട്ട് എനിക്ക് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ചോദിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഈ ഇരിക്കുന്ന പാനലിസ്റ്റ്, ബഹുമാനപ്പെട്ട MP ആയാലും ശരി, ബഹുമാനപ്പെട്ട മറ്റ് സ്പോക്സ് പേഴ്സൺ ആയാലും ശരി, അങ്ങായാലും ശരി, നമുക്ക് ആർക്കും ഫസ്റ്റ് നമ്മൾ ഈ ആൻസർ ചെയ്യേണ്ട ഒരു ചോദ്യം, നമുക്ക് നമ്മുടെ ഇലക്ഷൻ കമ്മീഷനിലും സുപ്രീം കോടതിക്കും അതിൻ്റെ മുകളിൽ നമുക്ക് വിശ്വാസമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. വിശ്വാസം ഇല്ല എന്നുള്ളതാണെങ്കിൽ പിന്നെ നമ്മൾ ഈ ചർച്ചയിൽ ഞാൻ എന്ത് പറഞ്ഞാലും അതിനകത്തൊരു കാര്യമില്ല. വിശ്വാസമുണ്ട് പക്ഷേ ചോദ്യങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡെഫിനറ്റ്ലി നമുക്ക് ആ കാര്യത്തിലേക്ക് പോകാം. വിശ്വാസമുണ്ട് ബട്ട് ഡെഫിനറ്റ്ലി ക്വസ്റ്റ്യൻസ് ഉണ്ട്, ആ രീതിയിൽ നമുക്ക് പോകാം. അങ്ങനെയാണെങ്കിൽ അതിനകത്തുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇനി ചർച്ച ചെയ്യേണ്ടുള്ളത്. ഇവിടെ സുപ്രീം കോടതി, ഇപ്പം ഡോക്ടർ അരുൺ ചോദിച്ച പോലെ, ഇലക്ഷൻ കമ്മീഷൻ സുപ്രീം കോടതിയെ മറികടന്നുകൊണ്ട് ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ലെന്നാണ് നമ്മുടെ അറിവ്. കാരണം സുപ്രീം കോടതിയിൽ ഈ കേസ് ചെന്നപ്പം സുപ്രീം കോടതി ചില ക്വസ്റ്റ്യൻസ് ചോദിച്ചു. ആധാർ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാമോ, വോട്ടർ ID കാർഡ് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാമോ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ നിലയിൽ ഇതിൻ്റെ ഒരു ടൈമിങ്ങിനെ കുറിച്ചൊക്കെ ചോദ്യം ചെയ്തു. അതിന് ഫ്രഷ് ആയിട്ടുള്ള ഒരു ഡേറ്റ് ജൂലൈ 28-നാണ് അടുത്ത ഒരു ഹിയറിംഗിലേക്ക് വെച്ചേക്കുന്നത്. അപ്പം അതുവരെ ഈ സ്പെഷ്യൽ ഡ്രൈവ്, ഈ ഒരു റിവിഷൻ ചെയ്യുന്നതിന് ഒരു തടസ്സവും സുപ്രീം കോടതി പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിൻ്റെ ബലത്തിലാണ് ഇലക്ഷൻ കമ്മീഷൻ മുന്നോട്ട് പോകുന്നതും. ഇന്നത്തെ റിപ്പോർട്ട് അനുസരിച്ച്, ഇന്നത്തെ ഹിന്ദു പേപ്പർ തന്നെ ഞാൻ കോട്ട് ചെയ്യുകയാണെങ്കിൽ, 98.01% ഓഫ് ഈ എന്യൂമറേഷൻ ഫോംസ് തിരിച്ചു വന്നു, അല്ലെങ്കിൽ അത് ഫില്ല് ചെയ്തു എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഏകദേശം ഓൾമോസ്റ്റ് 100 അടുപ്പിച്ചുള്ള കാര്യങ്ങൾ നടന്നു വരുന്നു എന്നുള്ളതാണ് ഞാൻ അറിയുന്നുള്ളത്. അങ്ങ് പറഞ്ഞ പോലെ ഏകദേശം 20 ലക്ഷം ആളുകൾ മരിച്ചവരുടെ പേരുണ്ടായിരുന്നു. 28 ലക്ഷം ആളുകൾ പെർമനൻ്റ് ആയിട്ട് അവിടെ നിന്ന് പോയിട്ടുള്ളവരുണ്ട്. 7 ലക്ഷം ആളുകൾ ഒരു സ്ഥലത്തു നിന്നല്ല മറ്റ് പല സ്ഥലത്തുമുള്ള പേരുകൾ അതിനകത്തുണ്ട്. എന്താണ് ഈ സ്പെഷ്യൽ ഈ ഒരു റിവിഷൻ നടക്കുന്നത്? ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം അല്ലേ? കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പറഞ്ഞിട്ടില്ലേ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം തന്നെയാണ് നടക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂഷനകത്ത്, അതായത് റെപ്രസെൻറ്റേഷൻ ഓഫ് ഈ ഇലക്ഷൻസിന്റെ നടത്തുന്നതിനുള്ള ആ ആക്ട് 21(3) ആക്ട് പ്രകാരം തന്നെയാണ് ഈ ഡ്രൈവ് നടക്കുന്നത്. സ്പെഷ്യലായിട്ട് ആദ്യമായിട്ട് പ്രധാന നിർദ്ദേശം 1987 മുമ്പ് ജനിച്ചവർ അവരുടെ ജനന സർട്ടിഫിക്കറ്റ് ഔദ്യോഗിക രേഖയായിട്ട് കൊടുക്കണം. ശരി, അതുണ്ടെന്ന് കരുതാം. 57 ശേഷം ജനിച്ചവരുടെ കാര്യമാണെങ്കിലോ അവരുടെ ജനന സർട്ടിഫിക്കറ്റിന് പുറമെ രക്ഷിതാക്കളുടെ ജനന സർട്ടിഫിക്കറ്റും, അവർ വിദേശത്താണ് രക്ഷിതാക്കളെങ്കിൽ അതിന് പുറത്തുള്ള പാസ്പോർട്ട് രേഖയും ഒക്കെ സമർപ്പിക്കണം. അപ്പോൾ ഈ രേഖയൊക്കെ എന്നോട് ആവശ്യപ്പെട്ടാൽ പോലും എനിക്ക് പോലും സമർപ്പിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞത് നമ്മുടെ സുപ്രീം കോടതിയിൽ ഈ കേസ് പരിഗണിച്ച ജസ്റ്റിസാണ്. അപ്പോൾ അങ്ങനെ സുപ്രീം കോടതി ജഡ്ജിക്ക് പോലും ഹാജരാക്കാൻ ഒരു പക്ഷേ കഴിയില്ലെന്ന് സംശയമുള്ള രേഖ ബീഹാറിലെ ഈ 8 കോടി വോട്ടർമാർ ഇനി മറ്റു സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിച്ചാൽ അവിടെയുള്ള സാധാരണക്കാരായ വോട്ടർമാർ എങ്ങനെ ഹാജരാക്കും? അവർക്ക് ആ പൗരത്വ അവകാശം നഷ്ടപ്പെട്ടു പോവില്ലേ? അവർക്ക് ഈ വോട്ടവകാശം നഷ്ടപ്പെട്ടു പോവില്ലേ?
ഡോക്ടർ അരുൺ, നമ്മൾ ഇതിന്റെ പർപ്പസ് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. നമ്മൾ എന്തുകൊണ്ടാണ് ഈ റിവിഷൻ ചെയ്യുന്നത്, ഈ സ്പെഷ്യൽ ഡ്രൈവ് എന്തിനാണ് ചെയ്യുന്നതെന്നുള്ള ആദ്യ കാര്യം നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ട് ഒരു നോർമൽ ആയിട്ടുള്ള രീതിയിൽ സമ്മറി റിവിഷൻ എന്തുകൊണ്ട് ചെയ്യുന്നില്ല, സ്പെഷ്യൽ റിവിഷൻ തന്നെയാണ് എന്തുകൊണ്ടാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞേക്കുന്നത്? കാരണം കാലാകാലങ്ങളിൽ ഈ ഇലക്ട്രോറൽ റോൾസിൽ ധാരാളം ആളുകൾ ഇല്ലാതാവുകയും അല്ലെങ്കിൽ മാറിപ്പോവുകയും അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ട് വരുന്ന പല സ്ഥലത്തു നിന്നും മാറി താമസിച്ച് കള്ള വോട്ടുകൾ, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഈ സ്പെഷ്യൽ ഡ്രൈവ് നടത്തുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്. രണ്ടാമത് 11ഓളം ഡോക്യുമെന്റ്സ് ഉണ്ടെന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത്. ആ 11 ഡോക്യുമെന്റ്സിനകത്ത് ഏതെങ്കിലും സബ്മിറ്റ് ചെയ്താൽ മാത്രമേ അവരതിന് ആ രീതിയിലുള്ള ഒരു കൺസിഡറേഷൻ ചെയ്യുന്നുള്ളത് കറക്റ്റാണ്. അതിനകത്ത് ആധാറിനെ കുറിച്ചാണ് ഏറ്റവും വലിയൊരു ചോദ്യം വന്നത്. ആധാറിനെ കുറിച്ച് എന്തുകൊണ്ട് ആധാറിനെ ഇൻക്ലൂഡ് ചെയ്തുകൂടാന്ന്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ലേറ്റസ്റ്റ് ആയിട്ട് 2 ദിവസം മുൻപ് പോലും സബ്മിറ്റ് ചെയ്ത അവരുടെ അഫിഡവിറ്റ്, ഏകദേശം 700ഓളം പേജ് വരുന്ന അഫിഡവിറ്റിൽ അവർ പറഞ്ഞത് ആധാർ ഇസ് നോട്ട് എ പ്രൂഫ് ഓഫ് സിറ്റിസൺഷിപ്പ്. അതായത് ആധാർ ഒരു സിറ്റിസൺഷിപ്പിന് ഒരു പ്രൂഫ് അല്ല, ഒരു ഐഡന്റിറ്റിയുടെ പ്രൂഫാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ നമ്മൾ കൺസിഡർ ചെയ്യാത്തതുള്ളൂ. അത് സബ്ജക്ട് ടു സുപ്രീം കോടതി ഡിസിഷനാണ്. ജൂലൈ 28 സുപ്രീം കോടതി പറയാണ് ഇല്ല ആധാറും കൂടെ കൺസിഡർ ചെയ്യൂ എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ ഡെഫിനറ്റ്ലി അവർക്ക് അത് ചെയ്യും. ഇപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ അതിന്റെ ടെക്നിക്കാലിറ്റീസിനല്ല, പൗരത്വ പരിശോധനയിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വരുന്നോ എന്നൊരു ചോദ്യം ഉണ്ടാവുന്നത്. ഓക്കെ, അവിടുത്തെ ആ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 324 പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ ആണ് ഇലക്ഷൻ നടത്താനുള്ള ബാധ്യതയുള്ളത്. ആർട്ടിക്കിൾ 326 പറയുന്നത് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമേ ഇലക്ഷൻസിൽ പങ്കുചേരാൻ പറ്റൂ എന്നുള്ളത്. അപ്പൊ ഇന്ത്യൻ പൗരനാണോ അല്ലേ എന്നുള്ളത് പിന്നെ ആര് തീരുമാനിക്കും, എങ്ങനെ തീരുമാനിക്കും? അപ്പൊ ആ ഒരു ബാധ്യത ഇലക്ഷൻ കമ്മീഷൻ ഇല്ലേ? അപ്പൊ ഈ ചോദ്യങ്ങളെല്ലാം സുപ്രീം കോടതിയിൽ നടക്കുന്നുണ്ട്. അവിടെയും ഈ ചോദ്യം വന്നു, വെദർ ഇലക്ഷൻ കമ്മീഷൻ കോമ്പറ്റന്റ് ഇനഫ് ആണോ ഒരു സിറ്റിസൺഷിപ്പ് അതിന് വേണ്ടിയുള്ള അത് ഡിസൈഡ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ അല്ലേ എന്നുള്ളത്. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ പറയുന്ന കാര്യം ഇതാണ്, സിറ്റിസൺഷിപ്പുമായി ബന്ധപ്പെട്ട മറ്റു പരിശോധനകൾ. എന്നാൽ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് എങ്ങനെയാണ്? അതാണ് എന്റെ ലളിതമായ ചോദ്യം. അതിന്റെ ലളിതമായ ആൻസർ ഡോക്ടർ അരുൺ ഇത്രയേ ഉള്ളൂ. സിറ്റിസൺസിന് മാത്രമേ ഭാരതത്തിലെ ഇലക്ഷന് പങ്കുചേരാൻ പറ്റൂ, അവരാണ് മാത്രമേ വോട്ടർ ലിസ്റ്റിൽ വരാൻ പറ്റൂ. വോട്ടിംഗ് ചെയ്യേണ്ട അതിന്റെ റെസ്പോൺസിബിലിറ്റി ഇലക്ഷൻ കമ്മീഷനാണ്. അപ്പൊ ഇലക്ഷൻ കമ്മീഷന് ഒരു ഐഡന്റിറ്റി കാണിച്ചാൽ മാത്രം അവർക്ക് വോട്ടർ ലിസ്റ്റിൽ ചേർക്കാൻ പറ്റില്ല. ഐഡന്റിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ അത്ര വലിയ കാര്യമാണെന്ന് ഡോക്ടർ അരുണും അറിയാം, എനിക്കും അറിയാം. ഒരു ആധാർ കാർഡ് ഉണ്ടാക്കാനോ ഒരു റേഷൻ കാർഡ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഒരു പഴയ വോട്ടർ ID കാർഡ് ഉണ്ടാക്കാനോ ഒന്നും അത്ര വലിയ പാടുള്ള ഒരു ഏരിയയിലല്ല, അല്ലെങ്കിൽ അവിടെയാണ് പ്രശ്നം. ഈ സാധാരണക്കാരായ മനുഷ്യർ അങ്ങ് പറഞ്ഞതുപോലെ അവരുടെ കയ്യിൽ യഥാർത്ഥത്തിൽ ഉണ്ടാക്കിയ ഒരു റേഷൻ കാർഡ് ഉണ്ടാവും, യഥാർത്ഥത്തിലുള്ള ഒരു ആധാർ കാർഡ് ഉണ്ടാവും, അവരുടെ കയ്യിൽ ഒരു വോട്ടർ ID കാർഡ് ഉണ്ടാവും. ഇതൊന്നും അവർ വ്യാജമായി സൃഷ്ടിച്ചതല്ലാത്ത ഒരാളുടെ കയ്യിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്ന മറ്റു രേഖകളില്ലെങ്കിൽ അവരെന്ത് ചെയ്യണം? ഡോക്ടർ അരുൺ, അതല്ലേ 98% ഓൾറെഡി അവർ എഗ്രി ചെയ്തു. ഈ സ്പെഷ്യൽ ഇന്റൻസീവ് ഡ്രൈവിന്റെ അല്ലെങ്കിൽ ഈ ഒരു ഇതിന്റെ ഒരു ഡ്രൈവിന്റെ പർപ്പസ് എന്താണ്? BLOമാർ, അതായത് ബ്ലോക്ക് ലെവൽ ഓഫീസേഴ്സ് ഓരോ വീട്ടിലും പോയി നിന്നിട്ടാണ് അവർ നോക്കുന്നത്. അവർ പോകുമ്പം ബ്ലോക്ക് ലെവൽ ഏജന്റുമാർ, പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ ഏജന്റുമാരും അവരെ കൂടെ പോകാനുള്ള വ്യവസ്ഥയുണ്ട്. അതായത് ഒരു ബീഹാറിലെ ഒരു ഗ്രാമപ്രദേശത്തിൽ ഒരു ബൂത്ത് ലെവൽ ഓഫീസർ പോവുകയാണെങ്കിൽ ആ ബൂത്ത് ലെവൽ ഓഫീസറിന്റെ കൂടെ അവിടുത്തെ രാഷ്ട്രീയ പാർട്ടി ജില്ലാ അധ്യക്ഷൻ നിയമിച്ച ബ്ലോക്ക് ലെവൽ ഏജന്റ് അവരും അതിന്റെ കൂടെ പോവാം. അതിന്റെ കൂടെ പോയിട്ട് അവർക്ക് പറയാം ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു സംവിധാനം പ്രവർത്തിക്കുമ്പോൾ അതൊക്കെ എങ്ങനെയാണ് അട്ടിമറിക്കപ്പെടുക എന്ന് നമ്മുടെ മുന്നിലുണ്ടല്ലോ. ഞാൻ അങ്ങയിലേക്ക് തിരിച്ചു വരാം. PV അബ്ദുൽ വഹാബ് MP ഉണ്ട് നമുക്കിപ്പം, മുസ്ലിം ലീഗ് UDF പ്രതിനിധി. ഇപ്പോൾ BJP പ്രതിനിധിയുടെ ഡിഫൻസ് കണ്ടല്ലോ ശ്രീ PV അബ്ദുൽ വഹാബ്. യഥാർത്ഥത്തിൽ നമ്മുടെ തിരഞ്ഞെടുപ്പ് സംശുദ്ധമാകേണ്ടതല്ലേ എന്നാണ് BJP പ്രവർത്തകർ ചോദിക്കുന്നത്. വ്യാജ വോട്ടർമാരും പൗരന്മാരല്ലാത്തവരും ഏതെങ്കിലും തരത്തിൽ വോട്ടർ പട്ടികയിൽ ഇടം പിടിക്കുന്നത് നമ്മളുടെ ജനാധിപത്യത്തിന് ഗുണകരമാകുമോ? തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് പോലെ ആധാർ കാർഡ് ID കാർഡ് മാത്രമല്ലേ? തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുമായി മുന്നോട്ട് പോവുകയാണ്. 52 ലക്ഷം പേരാണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത്. അവരിൽ കൃത്യമായ കണക്കുണ്ട്. മരിച്ചവരെത്ര, ഇരട്ട പൗരത്വമുള്ളവരെത്ര. അപ്പോൾ 3 കോടി എന്ന് ഭയന്നത് ഇപ്പോൾ 52 ലക്ഷത്തിലേക്ക് ഒത്തു നിൽക്കുമ്പോൾ ആ കണക്കുകൾ കൃത്യമാണെങ്കിൽ ഈ ഇൻറ്റൻസീവ് റിവിഷനെ, സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷനെ എതിർക്കേണ്ടതുണ്ടോ PV അബ്ദുൽ വഹാബ്? എൻ്റെ ആത്മാർത്ഥതയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. ഇത് വെറും ഇന്ത്യക്കാർ മാത്രം വോട്ട് ചെയ്യണം, മറ്റ് ആരോ ഇവിടെ വന്ന് വോട്ട് ചെയ്യുന്നു എന്ന് ആദ്യമേ അവർ ധരിച്ചു വെച്ചതാണ്. ഉദാഹരണത്തിന് ബംഗാളികളായ ആൾക്കാർ പശ്ചിമ ബംഗാളിൽ നിന്നുള്ള ആൾക്കാരാണെങ്കിലും ഒക്കെ ബംഗ്ലാദേശിൽ നിന്നുള്ള ആൾക്കാരായിട്ടാണ് അവർ കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ കൂടുതൽ മൈനോറിറ്റീസ് ഉള്ളത് സീമാഞ്ചൽ പ്രദേശത്തൊക്കെ വളരെ വിദ്യാഭ്യാസം കുറഞ്ഞ
ഒരു സൗകര്യങ്ങളും ഇല്ലാത്ത ആൾക്കാരാണ്. അവർക്ക് ഈ പറഞ്ഞ കോംപ്ലിക്കേഷനൊക്കെ ഇത് നിങ്ങൾ പറഞ്ഞ പോലെ അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജി പറഞ്ഞ പോലെ എനിക്ക് വരെ ഹാജരാക്കാൻ സാധിക്കൂല, എൻ്റെ ഈ ID പറ്റൂല, എൻ്റെ ഇതൊന്നും പറ്റില്ല, ഞാൻ 57 ശേഷമാണെങ്കിൽ ഞാൻ ഇവിടെ മുമ്പ് ജനിച്ച എൻ്റെ വീടോ അല്ല അതിൻ്റെ ഡോക്യുമെന്റോ പട്ടയോ ഫാദറോ ഇതൊക്കെ കാണിച്ചു കൊടുക്കാൻ എനിക്ക് അബ്ദുൽ വഹാബിന് സാധിക്കാത്ത സംഗതി സാധാരണ ഒരു വോട്ടർമാരോട് 2 മാസം മുമ്പ് പോയിട്ട് ഒരു കടലാസും കൊടുത്തിട്ട് ഇത് പൂരിപ്പിച്ച് വരിയെന്ന് പറയാം. അതിൽ 98.4 സ്വീകരിച്ചു വന്നു എന്ന് കേണൽ പറയുന്നു. അതിന് എത്രത്തോളം വാസ്തവം എനിക്കറിയില്ല. ഏതായാലും ഇതൊരു കാര്യം ഉറപ്പാണ്. പെട്ടെന്ന് ഈ ഒരു സംഗതി ഓക്കെ, ഒരു കൊല്ലം ബാക്കിയുണ്ട് ഇലക്ഷന്. ഇപ്പൊ കേരളത്തിലെ ഇലക്ഷൻ വരുന്നുണ്ട്. ഇപ്പൊ തന്നെ തുടങ്ങാൻ നമുക്ക് മനസ്സിലാക്കാം അതിന്റെ സതുദ്ദേശം. ഇത് അടുത്ത 2 മാസം ഒക്ടോബറിലെ ഇലക്ഷന് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഓഗസ്റ്റ് 1 ലാസ്റ്റ് ഡേറ്റ് കൊടുത്തുള്ളത്. എങ്ങനെ സാധിക്കും? ഒരിക്കലും സാധിക്കില്ല. ഇത് വളരെ ദുരുദ്ദേശപരമായി ആദ്യം തന്നെ കണക്ക് കൂട്ടി ചെയ്യുന്ന ഇലക്ഷൻ കമ്മീഷനോടുമായി ചേർന്ന് നടത്തുന്ന സംഗതിയാണ്. പിന്നെ ഇലക്ഷൻ കമ്മീഷന് സുപ്രീം കോടതി ഒക്കെ അവര് പിന്നെ വിശുദ്ധ പശുവാണോ? നമുക്ക് അങ്ങനെയായിരുന്നു നമ്മളെ ധാരണ. പക്ഷെ കഴിഞ്ഞ പല ഇലക്ഷനിലും ഇലക്ഷൻ കമ്മീഷൻ നടപടികൾ ചോദ്യം ചെയ്യപ്പെടുന്നു. ശേഷനെ പോലെയുള്ള ഒരു ഇലക്ഷൻ കമ്മീഷനാണെങ്കിൽ ഇതിലാരൊന്നും പറയില്ല. കാരണം സുതാര്യമായിരുന്നു, വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. ഇന്ന് അങ്ങനെയല്ല. അതുകൊണ്ടാണ് ഈ സംശയങ്ങളും കാര്യങ്ങളൊക്കെ. ഏതായാലും 28-ാം തീയതി കോടതി പറയും. അതിനു മുമ്പായി കഴിയുന്നതും പെട്ടെന്ന് ചെയ്യാനുള്ള തകൃതിയായ ശ്രമങ്ങൾ നടക്കണം. ഇതിനെയാണ് നമ്മൾ എതിർക്കുന്നത്. ഈ തിടുക്കമാണ് ഇന്ത്യക്കാരല്ലാത്തവരൊന്ന് വോട്ട് ചെയ്യണമെന്നോ പാകിസ്ഥാനികളോ അല്ലെങ്കിൽ ബംഗ്ലാദേശ് ഈ ഹേസ്റ്റി ഡിസിഷൻ ഇപ്പം വെച്ചിട്ട് ഈ കഴിഞ്ഞ ജനുവരി കഴിഞ്ഞ ഒരു റിവിഷൻ വീണ്ടും ഇന്റൻസീവ് എന്ന് പറയുമ്പോൾ തന്നെ അർത്ഥം അറിയാലോ, സ്പെഷ്യൽ. അത് സ്പെഷ്യൽ ആവശ്യത്തിനാണ്. വളരെ ചുരുക്കി പറഞ്ഞാൽ ഇത് ഇന്ന് ബീഹാർ, നാളെ ബംഗാൾ. ഇതാണ് ഇതിന്റെ ലക്ഷ്യം. ഓക്കെ, ഞാൻ ഒന്ന് CPM പ്രതിനിധിയിലേക്ക് പോയി വരാം. ഡോക്ടർ V ശിവദാസൻ MP സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവർത്തിച്ച് ന്യായീകരിക്കുകയാണ്. ഇത് തെരഞ്ഞെടുപ്പ് പ്രോസസ്സിനെ ക്ലീൻ ചെയ്യാനാണ്, ശുദ്ധീകരിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്, എല്ലാ കക്ഷികളും സഹകരിക്കുകയാണ് വേണ്ടത് എന്ന് ആവർത്തിച്ചു പറയുന്നു. എന്നാൽ ഇന്ന് പ്രതിപക്ഷം ഒന്നടങ്കം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത് ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന പ്രക്രിയയാണ്. ഇതിങ്ങനെ പോയാൽ ബീഹാറിൽ നിന്നുള്ള തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പങ്കാളികളാകില്ലെന്ന് RJD പറയുന്ന സാഹചര്യം വരെ ഉണ്ടാവുന്നു. അപ്പോഴും BJP ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ഈ സുപ്രീം കോടതി ഉത്തരവ് ൾക്ക് വിധേയമായിട്ടല്ലേ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ നടക്കുന്നത്? അവിടെ പൗരത്വം ഇല്ലാത്തവർക്ക് വോട്ട് കൊടുക്കണമെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ എന്ന ഈ ചോദ്യത്തിന് എന്താ മറുപടി, ഡോക്ടർ V ശിവദാസൻ? ഇവിടെ BJPയുടെ പ്രതിനിധി സംസാരിക്കവേ തുടക്കത്തിൽ തന്നെ പറഞ്ഞു 98 ഓൾറെഡി കവർ ചെയ്ത് ഇലക്ടേഴ്സിനെ കവർ ചെയ്ത് കഴിഞ്ഞു എന്ന് ഹിന്ദു പത്രം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയണ്ടേ. ഹിന്ദു പത്രം അദ്ദേഹം ആ പേരുപയോഗിക്കാൻ കാരണം ഹിന്ദുവിന് വളരെ സ്വീകാര്യതയുണ്ട്, ഹിന്ദു പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളെല്ലാം അംഗീകരിക്കും എന്നുള്ളതുകൊണ്ടായിരിക്കും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാകുക. എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത്? എന്താണ് ഇന്ന് ഹിന്ദു പത്രത്തിൻ്റെ 1-ാം പേജിലെ റിപ്പോർട്ട്? ഹിന്ദു പത്രത്തിൽ റിപ്പോർട്ട് ഇങ്ങനെയാണ്: മോർ ദാൻ 98.01% ഓഫ് എലക്ടേഴ്സ് ഹാവ് ബീൻ കവേർഡ് ബൈ ദ SIR എക്സസൈസ് ദ ഇലക്ഷൻ കമ്മീഷൻ സൈഡ് ഇൻ എ സ്റ്റേറ്റ്മെൻറ്റ് ഓൺ വെനസ്ഡേ. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഹിന്ദു പത്രം പറഞ്ഞു എന്നാണോ, അതല്ല ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു എന്നാണോ? അതിനുശേഷം വീണ്ടും ഇലക്ഷൻ കമ്മീഷൻ പറയുന്നുണ്ട് 20 lakh പീപ്പിൾ ഹാവ് ഡൈഡ്, 28 lakh പീപ്പിൾ ഹാവ് പെർമനൻ്റ്ലി മൈഗ്രേറ്റ്. അവർ ഇലക്ഷൻ കമ്മീഷൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ തുടരുകയാണ്. ഞാനിവിടെ പറഞ്ഞത് തെറ്റായ വാദമുഖങ്ങൾ, തെറ്റായ ഉദ്ധരണികൾ ചേർത്തുകൊണ്ട് നമ്മളോട് സംസാരിക്കുക എന്നുള്ളത് അത്രമാത്രം ശരിയായിട്ടുള്ളൊരു കാര്യമാണോ? ഇനി അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ വോട്ടവകാശം നിഷേധിക്കപ്പെടുന്നതിനെക്കുറിച്ച്, അതിൻ്റെ പ്രയാസങ്ങളെക്കുറിച്ച് NDAയുടെ ഘടകകക്ഷിയായിട്ടുള്ള MP തന്നെ സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം എന്താ പറഞ്ഞത്? NDA ഘടകകക്ഷിയായിട്ടുള്ള ബംഗാ ഗിർധാരി യാദവ് പറഞ്ഞത് വലിയ ചർച്ചയായിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം പറഞ്ഞു, ഇലക്ഷൻ കമ്മീഷന് പ്രായോഗികമായ അറിവില്ല, എനിക്ക് തന്നെ അപേക്ഷ കൊടുക്കാൻ 10 ദിവസം വേണ്ടി വന്നു. ബീഹാറിലെ താഴെത്തട്ടിലുള്ള അവസ്ഥ ഇലക്ഷൻ കമ്മീഷന് യാതൊരു വിധത്തിലും മനസ്സിലാക്കാനായിട്ടില്ല എന്ന് BJPയുടെ ഘടകകക്ഷിയായിട്ടുള്ള പാർട്ടിയുടെ, NDA ഘടകകക്ഷിയായിട്ടുള്ള പാർട്ടിയുടെ MP തന്നെ പറയുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ബീഹാർ എന്ന് പറയുന്ന സംസ്ഥാനത്തിനകത്ത് 8 കോടിയോളം വോട്ടർമാർ ഉണ്ടാവേണ്ടുന്ന ഒരു സ്ഥലമാണ്. എന്തിനാണ് ഇവർ നടത്തുന്ന ഈ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡ്രൈവ് ഉണ്ടല്ലോ, അത് ഒരർത്ഥത്തിലും ബീഹാറിലെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ വോട്ടവകാശം ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒന്നല്ല, മറിച്ച് അത് ബീഹാറിലെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ വോട്ടർ പട്ടികയിൽ നിന്ന് എല്ലാ അർത്ഥത്തിലും ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ഒന്നാണ്. അവർ പറഞ്ഞിരിക്കുന്ന വിവിധ അനുബന്ധ രേഖകൾ ഏതൊക്കെയാണ്?
നമ്മുടെ എല്ലാം കയ്യിൽ ആധാറും അതുപോലെ വോട്ടർ ഐ ഡിയും അത് പ്രധാനപ്പെട്ട ഒരു രേഖയായിട്ടാണ് ഞാനും നിങ്ങളും ഒക്കെ കണക്കാക്കുന്നത്. പക്ഷേ ബീഹാറിൽ എന്താ ഇവർ ചെയ്തിരിക്കുന്നത്? 985 മുമ്പ് ജനിച്ചവർക്കാണെങ്കിൽ ഇന്ന ഡോക്യുമെൻറ്റുകൾ നിർബന്ധമായിട്ട് വേണമെന്ന് പറയുന്നു. എന്തൊക്കെ ഡോക്യുമെൻ്റാണ്? അതിനുശേഷം വീണ്ടും പറയുകയാണ്, ഇവിടെ വിശദീകരിക്കപ്പെട്ടതുകൊണ്ട് ഞാൻ പോകുന്നില്ല, വീണ്ടും പറയുകയാണ് എന്താണ് 85 ശേഷം ജനിച്ചവർക്ക് അച്ഛൻ്റെയും അമ്മയുടെയും ഉൾപ്പെടെയുള്ള ജനന സർട്ടിഫിക്കറ്റുകളും മറ്റ് അതുപോലുള്ള ജനന സ്ഥലത്തിൻ്റെ ഡോക്യുമെൻറ്റുകളും ഒക്കെ വെച്ചിട്ട് അപേക്ഷിക്കണമെന്ന് പറയുകയാണ്. എങ്ങനെയാണ് കേവലം ഒരു മാസകാലം കൊണ്ട് ബീഹാറിലെ 8 കോടിയോളം വരുന്ന വോട്ടർമാരുടെ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നതിലേക്ക് ഇലക്ഷൻ കമ്മീഷന് പ്രവർത്തിക്കാൻ പറ്റുക? അതിനുമപ്പുറത്ത് ഇവിടെ ചർച്ച ചെയ്യേണ്ടുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ നിൽക്കുകയാണ്. അജിത് അഞ്ജു, അദ്ദേഹം പ്രധാനപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തകൻ. ആ മാധ്യമ പ്രവർത്തകൻ്റെ റിപ്പോർട്ട് എന്താണ്? അവിടെ ലക്ഷക്കണക്കിന് ആളുകളുടെ വോട്ടിൽ കൂട്ടിച്ചേർക്കുന്നതിന് വേണ്ടി യാതൊരുവിധ രേഖകളും ഇല്ലാത്ത നിലയിൽ കൂട്ടിച്ചേർക്കൽ നടത്തുന്ന അപ്ലോഡ് ചെയ്തതിന്റെ തെളിവുകളാണ് അദ്ദേഹം പുറത്തുവിടുകയുണ്ടായത്. പക്ഷേ എന്റെ ചോദ്യം ഇതാണ്, ഇതിപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയിരിക്കുന്ന പ്രസ് നോട്ടിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. 99% ഇലക്ടേഴ്സ് ഹാവ് ഓൾറെഡി ബീൻ കവേർഡ്. ഇന്ന് ഹിന്ദു റിപ്പോർട്ട് ചെയ്ത വിഷയമാണ്. ഇതിൽ കൃത്യമായ കണക്ക് പറയുന്നുണ്ട്. എത്ര പേരാണ് 7 ലക്ഷം ഇലക്ടേഴ്സ് ഇരട്ട വോട്ടുള്ളവരായിട്ട് കണ്ടെത്തിയിരിക്കുന്നു. ആ കാര്യത്തിൽ രേഖകളുണ്ടല്ലോ തിരഞ്ഞെടുപ്പ് കമ്മീഷന്. 21.6 ലക്ഷം ആളുകൾ മരിച്ചതായിട്ട് കണ്ടെത്തിയിരിക്കുന്നു. 31.5 ലക്ഷം ഇലക്ടർമാർ പെർമനന്റ്ലി മൈഗ്രേറ്റഡ് ആണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഈ രേഖകൾ വെച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇനി നമുക്ക് സമീപിക്കാൻ കഴിയില്ലേ? ഹൈക്കോടതിയുടെ വിധി വരുന്നത് വരെ കാത്തിരുന്നുകൂടെ എന്നാണ് അവർ ചോദിക്കുന്നത്. ഡോക്ടർ വി ശിവദാസൻ MP. ഇവിടെ വീണ്ടും പ്രശ്നം നിൽക്കുകയാണല്ലോ. എന്ന് പറഞ്ഞാൽ ഈ വ്യാജമായ നിലയിൽ പേരുകൾ ചേർക്കപ്പെടുന്നുണ്ടെന്നും പാവപ്പെട്ട മനുഷ്യർ ഒഴിവാക്കപ്പെടുന്നുണ്ടെന്നും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മാധ്യമ പ്രവർത്തകൻ്റെ പേരിൽ കേസെടുക്കുകയാണ് ചെയ്തത്. അതിനപ്പുറത്ത് ഇങ്ങനെ വ്യാജമായി ചേർത്തു എന്ന റിപ്പോർട്ടിൻ്റെ മുകളിൽ അന്വേഷണം നടത്തി കുറ്റക്കാരായിട്ടുള്ള ആളുകൾക്കെതിരെ നടപടിയെടുക്കുന്നതിലേക്കല്ല പോയത് എന്നുള്ളത് ഇവരുടെ ഉദ്ദേശം എങ്ങോട്ടാണെന്ന് വ്യക്തമാക്കുകയാണ്. ഇവിടെ ഈ കേവലം ഒരു മാസകാലം കൊണ്ട് ഇത്രയും നടപടികൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ അമ്പരക്കുകയാണ്. എന്താണ് ഈ ബീഹാർ എന്ന് പറയുന്ന സംസ്ഥാനത്തിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മൈഗ്രൻ്റ് വർക്കേഴ്സുള്ള സ്റ്റേറ്റുകളിലൊന്നാണ്. ആയിരക്കണക്കിന് ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോയി തൊഴിലെടുക്കുന്നവരാണ്. ഇവരോട് മുഴുവൻ നിങ്ങൾ ഈ ഒരു മാസകാലം കൊണ്ട് വന്നിട്ട് നിങ്ങളുടെ വോട്ടർ പട്ടിക പരിശോധിച്ച് കൂട്ടിച്ചേർക്കൽ നടപടിക്ക് വേണ്ടി അപേക്ഷ കൊടുക്കണം, അപ്ലോഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഈ സാധാരണക്കാരും കൂലിവേലക്കാരുമായിട്ടുള്ള മനുഷ്യർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ഞാനും നിങ്ങളും കരുതുന്നുണ്ടോ? ഇന്ത്യ എന്ന രാജ്യത്തെ അറിയുന്ന ആർക്കെങ്കിലും സങ്കല്പിക്കാൻ പറ്റുമോ? എന്തിനാണ് ഇവർ ഈ പരിപാടിയായിട്ട് പോകുന്നത്? ഇത് നടപ്പിലാക്കുന്നത് ഏമാന്മാരെ സംതൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ്റെ ചെയ്തിയാണ്. ആരാണ് കമ്മീഷൻ്റെ ഏമാന്മാർ എന്നുള്ള കാര്യത്തിലൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. ഏതായാലും നമുക്കെല്ലാം നല്ല ബോധ്യമുണ്ട്. പാർലമെൻറ്റിൽ നമ്മൾ ചർച്ച ചെയ്തതാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ ഘടനാമാറ്റത്തെക്കുറിച്ച് ഉൾപ്പെടെ, എങ്ങനെയാണ് കമ്മീഷനെ നിശ്ചയിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഉൾപ്പെടെ ഏറ്റവും വിപുലമായിട്ടുള്ള ചർച്ചകൾ നടന്നതാണ്. വിശദാംശത്തിലേക്ക് ഞാൻ പോവല്ല. പക്ഷേ ബീഹാറിലെ പാവപ്പെട്ട മനുഷ്യർക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം നിഷേധിക്കുന്ന, അവരുടെ എല്ലാ അർത്ഥത്തിലുള്ള ന്യായമായ അവകാശം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളെ ന്യായീകരിക്കുകയാണ് BJP നേതൃത്വം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി തെറ്റായ ഉദ്ധരണികൾ അവർ ചേർത്ത് വെക്കുകയാണ്. ബീഹാറിലെ അജിത് അഞ്ജും എന്ന ഒരു ജേർണലിസ്റ്റ്, ഞാൻ ശ്രീ മോഹൻ വർഗീസിലേക്ക് വരാം, BJP പ്രതിനിധിയിലേക്ക് വരാം. എൻ്റെ ചോദ്യം ഇതാണ്, അജിത് അഞ്ജു എന്ന് പറയുന്ന ഒരു ജേർണലിസ്റ്റ് എങ്ങനെയാണ് ബീഹാറിലെ വോട്ടർ പട്ടികയിൽ ക്രമക്കേടുകൾ നടക്കുന്നതെന്ന് ചൂണ്ടിക്കാണിക്കാൻ നടത്തിയ നീക്കങ്ങളെ അവിടെ ഒടുവിൽ അദ്ദേഹത്തിൻ്റെ അറസ്റ്റിലേക്കാണ് പോയി കലാശിച്ചത്? അപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ തെറ്റായ നീക്കങ്ങൾ ചോദ്യം ചെയ്യുന്ന മാധ്യമപ്രവർത്തകരെ പോലും കൽത്തുറുങ്കിലടച്ചുകൊണ്ട് എന്താണ് നിങ്ങൾ ഒളിച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് CPM പ്രതിനിധി ചോദിച്ച ചോദ്യം. എന്നുള്ളത് ശ്രീ മോഹൻ വർഗീസ്, ഇതൊരു വല്ലാത്ത പ്രതിസന്ധിയിലേക്ക് പോവുകയാണെന്ന് തോന്നുന്നുണ്ടോ? പൗരത്വ പട്ടികയായി വോട്ടർ പട്ടികയെ പരിഗണിക്കാൻ കഴിയുമോ എന്നുള്ളത് ആദ്യത്തെ ചോദ്യം. കാര്യം ആ ശ്രമത്തിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഡിന്നി അതിൻ്റെ ഭരണഘടനാപരമായ ഒരു സാധുതയെക്കുറിച്ച് പറയുന്നു. ഇന്ത്യൻ വോട്ടർമാർക്ക് മാത്രമേ വോട്ട് ചെയ്യാൻ അധികാരമുള്ളൂ, അവകാശമുള്ളൂ എന്നിരിക്കെ ആ പൗരത്വം തെളിയിക്കുന്ന രേഖകൾ കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെടുകയാണ്. അവിടെയാണ് ഇപ്പോൾ സംശയം ജനിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് വളരെ കുറച്ച് നാളുകൾ മാത്രം അടുത്തിരിക്കെ ഈ ഹേസ്റ്റി ഡിസിഷൻ എന്തിനായിരുന്നു? 8 കോടി വോട്ടർമാർ, 7.2 കോടി വോട്ടർമാരുള്ള ബീഹാറിൽ നിന്ന് ഒരു നിശ്ചിത ശതമാനം പ്രതിപക്ഷ വോട്ടുകൾ വെട്ടിനിരത്താനാണ് ഈ നീക്കമെന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. താങ്കളുടെ വിലയിരുത്തൽ എന്താണ്? ഇത് ബീഹാറിൽ മാത്രമുള്ളതല്ല, ഈ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും പോകും. കേരളവും പുതുച്ചേരിയും അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ, തമിഴ്നാട്ടിലും വരും. പക്ഷേ അവർ പ്രധാനമായിട്ടും പശ്ചിമ ബംഗാളും ബീഹാറും ലക്ഷ്യമിട്ട്
ലക്ഷ്യമിടുന്നുണ്ട്. അതിർത്തി സംസ്ഥാനങ്ങൾ എന്ന മട്ടിലും റോഹിംഗ്യ, മ്യാൻമാർ, ബംഗ്ലാദേശ് വോട്ടർമാർ ധാരാളമുണ്ട് എന്ന ഒരു ആശങ്കയിലും. താങ്കൾ എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുന്നത്, മോഹൻ വർഗീസ്? ഡോക്ടർ അരുൺ, സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ അതാണല്ലോ വിവാദ വിഷയം. അതിന് പിന്നിൽ ഒരു തിടുക്കപ്പെട്ടപ്പോൾ നടത്തുന്നതായി ആരോപിക്കപ്പെടുന്ന ഈ റിവിഷന് പിന്നിൽ ഒരു സതുദ്ദേശമുണ്ട്, ഒരു ദുരുദ്ദേശമുണ്ട്. ഇത് രണ്ടും വിശകലനം ചെയ്യാതെ ഈ ചർച്ച പൂർത്തിയാവില്ല എന്നതാണ് എന്റെ അഭിപ്രായം. സതുദ്ദേശപരമായി പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അവകാശമാണ്, ചുമതലയാണ് കുറ്റമറ്റ രീതിയിൽ ഇലക്ട്രൽ റോൾ തയ്യാറാക്കുക എന്നത്. അതിനുവേണ്ടി കാലാകാലങ്ങളിൽ എല്ലാ വർഷവും ഉള്ള സമ്മറി റിവിഷന് പുറമെ കാലാകാലങ്ങളിൽ ഏതാണ്ട് 2 പതിറ്റാണ്ടൊക്കെ ആകുമ്പോൾ ഒരു ഇന്റൻസീവ് റിവിഷൻ ആവശ്യമുണ്ട്. അപ്പൊ ആ ഒരു സ്പെഷ്യൽ റിവിഷന്റെ കാലഘട്ടമാണിത്. അത് എന്തിന് തിടുക്കപ്പെട്ട് ഈ അവസാന മണിക്കൂറുകളിൽ തെരഞ്ഞെടുപ്പ് ഒക്ടോബർ മാസം 2025 ഒക്ടോബറിൽ നടക്കേണ്ട ബീഹാർ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് സംവിധായകർക്ക് ആവശ്യത്തിന് സമയവും സാവകാശവും നൽകാതെ എന്തിന് നടത്തി എന്ന ന്യായമായ ചോദ്യമുണ്ടാകാം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്കർഷിച്ചിരിക്കുന്ന രേഖകൾ, അതായത് ഈ വോട്ടർ ഓൾറെഡി എക്സിസ്റ്റിംഗ് വോട്ടർ ഐഡന്റിറ്റി കാർഡ്, അതോടൊപ്പം തന്നെ അവർക്കുള്ള മറ്റ് ആധികാരികമായ രേഖകൾ, അവരുടെ കയ്യിലുള്ള ആധാറാണ്. ഏതാണ്ട് എല്ലാ ആളുകളുടെയും കയ്യിൽ ഉണ്ടാകേണ്ടതാണ് ഐഡന്റിറ്റി രേഖ എന്ന നിലയിൽ ആധാറാണ്. ഇപ്പൊ ജനം ധരിച്ചു വെച്ചിരിക്കുന്നത് ആധാർ കയ്യിലുണ്ട് എങ്കിൽ പൗരത്വം തെളിയിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല എന്ന നിഗമനത്തിൽ തന്നെയാണ്. കാരണം ബീഹാറിലെ ആളുകളുടെ ഒരു നല്ല പങ്കും കാര്യമായ സാക്ഷരതയോ വിദ്യാഭ്യാസമോ ഇല്ലാത്ത വോട്ടർമാർ അതിലുണ്ട്. ഇല്ല, ഭൂരിപക്ഷം എന്ന് പറയുന്നില്ല, ചെറിയൊരു പങ്കെങ്കിലും. പക്ഷെ അവരെല്ലാം ആകെ അമ്പരന്ന് നിൽക്കുകയാണ്. ഇത്രയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ, പ്രത്യേകിച്ച് 1987 ശേഷം ജനിച്ചവർ, അവരവരുടെ പിതാക്കന്മാരുടെ ഐഡന്റിറ്റി തെളിയിക്കുന്ന, അവർ ഭാരത പൗരന്മാരാണ് എന്ന് തെളിയിക്കുന്ന 38 വയസ്സിനും 18 വയസ്സിനും ഇടയിലുള്ള ബീഹാറിലെ മുഴുവൻ വോട്ടർമാരും. അതാണ് 87 ശേഷം ജനിച്ചു എന്ന് പറയുമ്പോൾ അവർക്ക് 38 വയസ്സായിട്ടുണ്ട്. അവർക്കെല്ലാം അത് വലിയ നമ്പറാണ് വരുന്നത്. ഇന്ത്യ ഹാസ് എ യങ് പോപ്പുലേഷനിലെ. അപ്പൊ അങ്ങനെ വരുന്ന ഭീമമായ നമ്പർ വോട്ടർമാർ വലിയ രീതിയിൽ അങ്കലാപ്പിലാണ്. അവർക്ക് എങ്ങനെയാണ് രേഖകൾ ഹാജരാക്കാൻ കഴിയുക? അപ്പൊ അങ്ങനെ ഇപ്പോൾ ആരോപിക്കപ്പെടുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു നിഗമനം അല്ല എങ്കിൽ ഇതിലേക്ക് നയിച്ച ഒരു ചേതോ വികാരം വളരെ വലിയ തോതിൽ ബംഗ്ലാദേശിൽ നിന്നും, നേപ്പാളിൽ നിന്നും, മ്യാൻമാറിൽ നിന്നും എല്ലാം കടന്നു വരുന്ന ആളുകൾ അനധികൃതമായി ഇവിടെ വോട്ടർ ID കാർഡ് കൈവശം വെച്ചിട്ടുണ്ട്, ആധാർ കാർഡുകളുണ്ട്. അതുകൊണ്ട് അതിനെ ആധികാരിക രേഖയായി കരുതാനാവില്ല. പൗരത്വം ഉറപ്പായി ഉണ്ടാകണം. ഒരു പൗരന് മാത്രമേ വോട്ടവകാശമുള്ളൂ. ജനപ്രാതിനിധ്യ നിയമത്തിലെ 21ാം അനുച്ഛേദം അനുസരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കാലാകാലങ്ങളിൽ ഇങ്ങനെയുള്ള റിവിഷൻ നടത്താനുള്ള അവകാശമുണ്ട്, അനുവാദമുണ്ട്. പക്ഷേ അത് ചെയ്യുമ്പോൾ അതിന് നിയമം അനുശാസിക്കുന്ന രീതിയിൽ അത് ചെയ്യണം. പക്ഷെ കൃത്യമായി ആ ഇന്ന രേഖകളാണ് എന്ന് തീരുമാനിക്കുന്ന ഇടത്താണ് അവിടുത്തെ ഒരു സങ്കുചിതത്വം അല്ലെങ്കിൽ അവിടെ ഒരു പാർഷ്യാലിറ്റി കാണുന്നത്. ഇവിടെ ഒരു അസംഷൻ, ഒരു ജനറൽ അസംഷൻ ഉണ്ട്. ബീഹാർ രാഷ്ട്രീയം കട്ടിയാണ്. പ്രത്യേകിച്ച് കേന്ദ്രത്തിലെ ഭരണകക്ഷിയായ ഭാരതീയ ജനതാ പാർട്ടിക്കും സഖ്യകക്ഷികൾക്കും NDAയ്ക്കും നിതീഷ് കുമാറിന്റെ ജനതാദൾ യുണൈറ്റഡും ഭാരതീയ ജനതാ പാർട്ടിയും ചേർന്ന് നിൽക്കുമ്പോഴും പ്രതിപക്ഷത്തെ മഹാഗഠബന്ധൻ അതിശക്തമായി മുന്നേറുന്നു. ഹിന്ദി ഹാർട്ട്ലാൻഡിൽ, ഹിന്ദി ഹൃദയഭൂമിയിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് നാളിതുവരെ മുഖ്യമന്ത്രി പദം ലഭിച്ചിട്ടില്ലാത്ത, NDAക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിലും ഭാരതീയ ജനതാ പാർട്ടിക്ക് ലഭിച്ചിട്ടില്ലാത്ത ഒരേ ഒരു സംസ്ഥാനം ബീഹാറാണ്. ആ സംസ്ഥാനത്ത് എന്ത് വിധേനയും അധികാരത്തിലെത്തണം എന്ന ഒരു ചിന്ത ഉണ്ട് എന്ന് പൊതുവെ വിമർശിക്കപ്പെടുന്നു. അതിന്റെ ഭാഗമായി തങ്ങൾക്ക് വോട്ട് ചെയ്യാൻ സാധ്യതയില്ലാത്ത, പൗരത്വം അനധികൃതമായി നേടിയെടുത്തു എന്ന് BJP വിശ്വസിക്കുന്ന ഒരു വിഭാഗം ആളുകൾ അവരെ ഒരു ഘടനാപരമായ മാർഗത്തിലൂടെ ഭരണഘടനാ സ്ഥാപനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒത്താശയോടുകൂടി നിയമം അനുശാസിക്കുന്ന രീതിയിൽ പുറത്താക്കി കഴിഞ്ഞാൽ എല്ലാം ഭദ്രം എന്ന ഒരു ചിന്തയാണ്. ആ ഒരു ചിന്തയ്ക്ക് നിയമസാധുതയുണ്ടോ എന്നതാണ് കോടതിയിൽ എത്തിയ വിഷയം. സുപ്രീം കോടതി 28-ാം തീയതി, ഏതാനും 2-3 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അതിനുള്ള വിധി പറയും. അതിനുശേഷമുള്ള 30-ാം തീയതിക്ക് ശേഷം ഒരു മാസം, ഓഗസ്റ്റ് 1 മുതൽ 31 വരെ വേണ്ട കൂട്ടിച്ചേർക്കലുകളോ വെട്ടിമാറ്റലുകളോ നടത്താനുള്ള സാവകാശമുണ്ട്. പക്ഷെ അതിനുള്ളിൽ പോലും എങ്ങനെയാണ് ഈ വെട്ടി നിർത്തപ്പെടുന്ന 52 ലക്ഷം പേരാണ്, അതിൽ മരിച്ചുപോയ 20 ലക്ഷത്തിൽ പരം പേരെ, അവരുടെ കാര്യത്തിൽ തീർച്ചയായും ആരും ആരോപണം ഉന്നയിക്കില്ല. മരിച്ചവരുടെ പേര് വോട്ടർ പട്ടികയിൽ ഉണ്ടെങ്കിൽ അവരുടെ പേരിൽ വ്യാജരേഖയുമായി വന്ന് വോട്ട് ചെയ്യാൻ ആൾമാറാട്ടക്കാരുണ്ടാകും. ബീഹാർ പോലെയൊരു സംസ്ഥാനത്ത് അതുണ്ടാകും. അതുകൊണ്ട് ആർക്കും ആക്ഷേപം. അവിടെ മറ്റൊരു പ്രധാന വിഷയമുണ്ട്. മോഹൻ വർഗീസ് നിരീക്ഷിച്ചത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതാണ് സംശയം കേണൽ ഡിന്നി.
ബീഹാർ എന്ന് പറയുന്ന സംസ്ഥാനത്തൊഴികെ ബാക്കി ഹിന്ദി ഹൃദയ ഭൂമിയിലെല്ലാം BJPക്ക് അവരുടെ മുഖ്യമന്ത്രിമാരെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ബീഹാറിലേക്ക് വരുമ്പോൾ നിതീഷ് കുമാർ എന്ന് പറയുന്ന ഒരു സഖ്യകക്ഷിയുണ്ട്. ആ നിതീഷ് കുമാറിൻ്റെയും BJPയുടെയും സഖ്യം NDA അവിടെ മഹാഗഠബന്ധൻ്റെ ശക്തമായ ഒരു ചെറുത്തുനിൽപ്പിനെയാണ് നേരിടേണ്ടി വരുന്നത്. ആ രാഷ്ട്രീയ സാഹചര്യത്തെ മറികടക്കാൻ എന്തുവിലയും BJP കൊടുക്കും എന്നതാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം. കർണാടകയിൽ 100% തെളിവുകളുണ്ട് ഇലക്ഷൻ ചീറ്റിങ്ങിൻ്റെ, മാൽ പ്രാക്ടീസ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയതിൻ്റേത് എന്ന് പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ്. 100% തെളിവുണ്ടെന്നാണ് പറയുന്നത്. കൂട്ടിച്ചേർക്കുക, തങ്ങൾക്ക് ഗുണകരമായ അല്ലാത്ത വോട്ടർമാരെ അതിൽ നിന്ന് ഒഴിവാക്കുക. ഇവിടെയും അതുതന്നെയല്ലേ സംഭവിക്കാൻ പോകുന്നതെന്നാണ് സംശയം. അവിടെയാണ് അജിത് അഞ്ജുവിനെ പോലെയുള്ള മാധ്യമപ്രവർത്തകർ, ബാലിയ പോലെയുള്ള ബ്ലോക്കിലെ വോട്ടർ പട്ടികയിൽ നടക്കുന്ന ക്രമക്കേട്, ആ ഇൻറ്റൻസീവ് റിവിഷനിൽ നടക്കുന്ന ക്രമക്കേട് പുറത്തു കൊണ്ടുവരാൻ ശ്രമം നടത്തുമ്പോൾ അയാൾക്കെതിരെ നിയമ നടപടിയുമായി പോവുകയാണ്. അയാളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ടിരിക്കുകയാണ്. ഇവിടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ സർക്കാരിൻ്റെ ഏജന്റായിട്ട് പ്രവർത്തിക്കുകയാണോ? അതാണ് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഈസ് നോട്ട് ആക്ടിംഗ് ലൈക്ക് എൻ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. അതൊരർത്ഥത്തിൽ ശരിയല്ലേ? ഇപ്പോൾ ഒരു മാധ്യമപ്രവർത്തകനെ ഈ വിഷയത്തിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നു, അജിത് അഞ്ജും. എന്താ അദ്ദേഹം ചെയ്ത കുറ്റം? അദ്ദേഹം ചെയ്തത് വേണ്ടത്ര രേഖകളില്ലാതെ ഇലക്ടറൽ റോളിലേക്ക് ചില പേരുകൾ കൂട്ടിച്ചേർക്കുന്നു. അതും ഇതിനിടയിൽ നടക്കുന്നുണ്ടെന്ന് സ്വാഭാവികമായ സംശയം ഉണ്ടാവില്ലേ കേണൽ ഡിന്നി? ഡോക്ടർ അരുൺ, ആദ്യത്തെ ഫസ്റ്റ് ജേർണലിസ്റ്റിൻ്റെ കാര്യം തന്നെ നമുക്ക് പറഞ്ഞു പോകാം. അതിൻ്റെ FIR ഒന്ന് വായിക്കുകയാണെങ്കിൽ അതിൻ്റെ FIR കൊടുത്തേക്കുന്ന ഒരു BLO ആണ്. അദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ് അൻസറുൽ ഹക്ക് എന്നാണ്. അദ്ദേഹത്തിൻ്റെ നമ്പർ 16145 എന്നാണ്. അദ്ദേഹം എന്താണ് അതിനകത്ത് പറഞ്ഞേക്കുന്നത്? അദ്ദേഹം പറഞ്ഞേക്കുന്നത്, ഞാൻ അവിടെ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ഇരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ഇരുന്ന് ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഈ അഞ്ജും എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലുള്ള ഒരു ജേർണലിസ്റ്റ് കടന്നു വരികയാണ്. എന്നിട്ട് ഇദ്ദേഹത്തിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ എത്ര ഫോംസ് ഫില്ല് ചെയ്തു, എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഇദ്ദേഹം ഇതിന് ആൻസർ കൊടുക്കുന്നു. 1020 വോട്ടേഴ്സാണ് ഞങ്ങൾ ഇവിടെ ഉള്ളത്, ആ ഫില്ല് ചെയ്തു, അതെല്ലാം എനിക്ക് തിരിച്ചു കിട്ടി. എന്നിട്ട് ഈ ജേർണലിസ്റ്റ് ചോദിക്കുകയാണ്, ഒരു പ്രത്യേക മതത്തിലുള്ള ആളുകൾ എത്ര പേരുണ്ട്, അവരെന്തുകൊണ്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവരുടെ പേര് ഇൻക്ലൂഡ് ചെയ്തോ? അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു അതെല്ലാം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അതല്ല, നിങ്ങൾ പറയുന്നില്ല ശരി എന്ന് പറഞ്ഞ് അദ്ദേഹം തടസ്സപ്പെടുത്തുകയായിരുന്നു. ഒരു ഗവൺമെന്റ് ഒഫീഷ്യലിനെ ഇലക്ഷൻ ഡ്യൂട്ടിയിൽ, ഡോക്ടർ അരുൺ അറിയാമല്ലോ, ഇലക്ഷൻ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എത്ര സാക്രോസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിനകത്ത് അതിനായിട്ടുള്ള ഒരു രീതിയില്ലേ? ആ ഇലക്ഷൻ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു BLOനെ തടസ്സപ്പെടുത്തിയതിന് വേണ്ടിയാണ് ഈ ജേർണലിസ്റ്റ്. ഞാൻ ആ വീഡിയോ കണ്ടതാണ്, യൂട്യൂബിൽ ആ വീഡിയോ ലഭ്യമാണ്. അജിത് അഞ്ജും ഒരു സ്വതന്ത്ര മാധ്യമ പ്രവർത്തകരാണ്. അദ്ദേഹത്തിന് യൂട്യൂബ് വീഡിയോയിൽ അങ്ങനെ തടസ്സപ്പെടുത്തുന്നതായിട്ടൊന്നും ഇല്ലെന്ന് മാത്രവുമല്ല, അത്തരത്തിലുള്ള ഇലക്ട്രൽ റോളുകളുടെയോ ഏതെങ്കിലും തരത്തിൽ ഫോമിൻ്റെയോ ഒരു ക്ലോസ് ഷോട്ട് പോലും ഇല്ല, ഒരു വോട്ടർ ഐഡന്റിറ്റി പോലും അതിനകത്തില്ല. പക്ഷേ ചോദ്യങ്ങൾ സ്വാഭാവികമായ മാധ്യമപ്രവർത്തകർ ചോദിക്കും. പ്രത്യേകിച്ച് സംശയത്തിന് നിഴലിൽ നിൽക്കുന്ന തിരഞ്ഞെടുപ്പിൻ്റെ തീവ്ര പരിഷ്കരണം നടക്കുന്ന സമയത്ത് വോട്ടർ പട്ടികയിൽ ഇന്നയാൾ മരിച്ചുപോയതാണല്ലോ, അയാളുടെ പേരിൽ നിങ്ങൾ വ്യാജ വോട്ടർ ചേർത്തിട്ടുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ അയാൾക്കെതിരെ കേസെടുക്കുകയാണോ ചെയ്യുക? നോക്കൂ ഡോക്ടർ അരുൺ, ഇപ്പോൾ ഇതിൻ്റെ ഒരു ലാർജർ ഇഷ്യൂവിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. എന്താണ് ആ ലാർജർ ഇഷ്യൂ? ലാർജർ ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പ്രതിപക്ഷം, പ്രത്യേകിച്ച് കോൺഗ്രസ് ഒരു 10 വർഷമായിട്ട് അവർ ഒരു ഇലക്ഷനിലും ഒരു ഡിസൈസീവ് വിക്ടറി അവർക്ക് കിട്ടുന്നില്ല, ഇൻക്ലൂഡിങ് കേരള. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവരൊരു നരേറ്റീവ് സൃഷ്ടിക്കുകയാണ്. അതായത് ഇലക്ഷൻ കമ്മീഷൻ കോംപ്രമൈസ്ഡ് ആണ്, ഇലക്ഷൻ കമ്മീഷനിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല, അവർ ജയിക്കുന്ന ഇലക്ഷനൊക്കെ EVM പെർഫെക്റ്റ്, അവർ തോൽക്കുന്ന ഇലക്ഷനൊക്കെ EVM പ്രശ്നം. ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു നിങ്ങൾ വരൂ, നിങ്ങൾ EVM ആയിട്ട് ചെക്ക് ചെയ്യൂ, പക്ഷെ അവർ പോയിട്ടില്ല. പിന്നീട് എന്തായി? ഇപ്പം മഹാരാഷ്ട്രയിൽ പറഞ്ഞു എക്സ്ട്രാ വോട്ടേഴ്സ്, ഒരു രായ്ക്ക് രാമായണം ധാരാളം വോട്ടേഴ്സ് എക്സ്ട്രാ വന്നു. ആ വോട്ടേഴ്സ് വന്നതിനെ കണ്ടുപിടിക്കാനുള്ള റിവിഷൻ അല്ല ഈ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതിനും പ്രശ്നം. അപ്പൊ നിങ്ങൾ പറയുന്ന ഒരു ആരോപണം മഹാരാഷ്ട്രയിൽ ജയിച്ചത് എക്സ്ട്രാ വോട്ടേഴ്സ് വന്നെന്നാണ്. ആ എക്സ്ട്രാ വോട്ടേഴ്സ് ഉണ്ടെങ്കിൽ അവരെ കണ്ടുപിടിച്ച് അവരെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഈ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ. അത് കോൺസ്റ്റിറ്റ്യൂഷന്റെ മാൻഡേറ്റ് ആണ്. അത് നമ്മൾ ആരും പറഞ്ഞതല്ല, കോൺസ്റ്റിറ്റ്യൂഷന്റെ മാൻഡേറ്റ് സ്പെഷ്യൽ ഈ ഒക്ടോബറിൽ ഇലക്ഷൻ നടക്കാൻ പോകുമ്പോൾ 4 മാസം മുമ്പാണോ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ? ഇപ്പൊ ജനുവരിയിൽ ഒരു നോർമൽ റിവിഷൻ നടന്നതല്ലേ, അതിനുശേഷമാണോ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ നടത്താൻ തീരുമാനിക്കുന്നത്? അപ്പോൾ അവിടെയുള്ള ചില വോട്ടർമാരെ ഒഴിവാക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയല്ലേ എന്നുള്ളത് ആർക്കും സംശയിക്കാം. ഇത് കോടതി തന്നെ സംശയിച്ചതാണ്. ഇപ്പോൾ ശ്രീ കേണൽ ഡിന്നി, താങ്കളുടെ അച്ഛൻ്റെയും അമ്മയുടെയും ബർത്ത് സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ പറഞ്ഞാൽ ഒരുപക്ഷെ താങ്കൾക്ക് ഹാജരാക്കാൻ പറ്റുമായിരിക്കും. എന്നെ സംബന്ധിച്ച് പോലും വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ബീഹാറിലെ ഒരു മാധ്യമപ്രവർത്തകരായ എനിക്ക് എൻ്റെ അച്ഛൻ്റെയോ അമ്മയുടെയോ, ഇപ്പം ഞാൻ 1987 ശേഷം ജനിച്ചതല്ലാത്തത് കൊണ്ട് ആവശ്യമില്ല, പക്ഷേ ബീഹാറിലെ 38 വയസ്സുള്ള ഒരു സാധാരണക്കാരനായ ഒരു കൂലിപ്പണിക്കാരൻ്റെ എഴുത്തും വായനയും അറിയാത്ത നിരക്ഷരനായ ഒരു അച്ഛനും അമ്മയും,
അയാളുടെ ഈ ജനന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ എവിടെ നിന്ന് ഹാജരാക്കും കേണൽ ഡിന്നി? ഡോക്ടർ അരുൺ, അത് തന്നെയാണ് നമ്മളിപ്പം ഇതൊരു കേസ് അത് സുപ്രീം കോടതിയിൽ ഇരിക്കുകയാണ്. അതിന്റെ ഏതൊക്കെ ഡോക്യുമെന്റ്സ് യൂസ് ചെയ്യാം ഇല്ല എന്നുള്ളത് ഫൈനൽ ഡിസിഷൻ കോടതി വിധി പറയട്ടെ. പക്ഷേ ഇങ്ങനൊരു തീരുമാനം എടുക്കാനുള്ള ലോജിക്കാണ് ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നത്. അതിനുള്ള എന്ത് നെസസിറ്റിയാണ് ഈ ഘട്ടത്തിലുള്ളത്? ഒരു തിരഞ്ഞെടുപ്പ് ഇപ്പോൾ കേരളത്തിന്റെ കാര്യത്തിൽ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ തുടങ്ങുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് രേഖകൾ എത്താനായിട്ട്, രേഖകൾ ഉണ്ടാക്കാനായിട്ട് പാർട്ടി പ്രവർത്തകർക്കും പൗരന്മാർക്കും ഒക്കെ അതാത് ഓഫീസിൽ പോയി ഇതൊക്കെ രേഖകൾ ഹാജരാക്കാനായിട്ടൊക്കെ സമയവും സാവകാശവും തേടാം. ബീഹാറിൽ എന്താ നടക്കാൻ പോകുന്നത്? ബീഹാറിൽ ഈ വോട്ടർ പട്ടികയിൽ ഇവരുടെ പേരില്ലാതെ വരുന്ന ഘട്ടത്തിൽ ആ വോട്ടർ പട്ടികയിലുള്ള ആളുകൾ പുറത്താകുമ്പോൾ അവർ വളരെ വേഗത്തിൽ ഈ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ടോടും. പക്ഷേ അവിടെ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് നടക്കില്ല. അതുകൊണ്ടാണ് അവർ സംശയിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് വേണ്ടിയാണ് ഈ പ്രതിപക്ഷം ഈ ശബ്ദമുയർത്തുന്നതെന്നേ. പ്രധാനമന്ത്രിയെ കാണാനേ ഇല്ല കേണൽ ഡിന്നി. ഇത്രയും വിഷയം നടക്കുമ്പോൾ നമ്മളുടെ പാർലമെന്റിൽ പ്രധാനമന്ത്രി ഇല്ല. പ്രധാനമന്ത്രി ഈ സമയത്ത് നമ്മൾ ഇരിക്കുമ്പം യുണൈറ്റഡ് കിങ്ഡമായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്ടർ മോഹൻ വർഗീസിനൊക്കെ അറിയാം, ധാരാളം വർഷങ്ങളായിട്ട് നടക്കാത്ത ഒരു ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് സൈൻ ചെയ്യാൻ പോയിരിക്കുകയാണ്. ഏറ്റവും വിവാദമായ ജനാധിപത്യത്തെ ചോദ്യം ചെയ്യുന്ന വിഷയം പാർലമെന്റിൽ പ്രതിപക്ഷം ഉയർത്തുന്ന സമയത്താണോ നിങ്ങൾ ബ്രിട്ടനുമായിട്ടുള്ള ഈ ചർച്ചയ്ക്ക് പോകുന്നത്? അതിനൊരു സമയം കാലം തീരുമാനിച്ചൂടെ? അതിപ്പോ ഈ പാർലമെന്റ് സെഷൻ കഴിഞ്ഞിട്ട് ഡോക്ടർ അരുൺ ഇല്ല, ഇതിനു മുൻപ് ഏതൊരു പാർലമെന്റ് സെഷനാണ് ഇവര് ഈ ഓപ്പോസിഷൻ പാർട്ടി സമ്മതിച്ചിട്ടുള്ള നടത്താൻ? എല്ലാ പ്രാവശ്യവും എന്തെങ്കിലും ഒരു വിഷയം വരത്തില്ലേ? എന്തെങ്കിലും ഒരു ഈ ഇന്ത്യ സഖ്യം വന്നതിന് ശേഷം പാർലമെന്റ് സ്തംഭിക്കുന്നതും പ്രതിഷേധം കാണുന്നതും ജനാധിപത്യത്തിന്റെ നല്ല അടയാളമല്ലേ? കറക്റ്റ്, അതിനകത്ത് ഒരു സംശയമില്ല ഡോക്ടർ അരുൺ. ഞാൻ ചോദിക്കുന്നത് ഓക്കെ ഫൈൻ, നമുക്ക് ഇപ്പൊ ഇങ്ങനെ റിവിഷൻ ചെയ്യുന്നു. ഇന്നത്തെ ന്യൂസാണ്. ഞാൻ ബഹുമാനപ്പെട്ട MP ഡോക്ടർ ശിവദാസൻ, അദ്ദേഹം ഞാൻ ഹിന്ദു കോട്ട് ചെയ്തുകൊണ്ടാണ് പ്രശ്നം. എനിക്കൊരു പ്രശ്നമില്ല ഡോക്ടർ ശിവദാസൻ. ഹിന്ദു നമ്മൾ പണ്ടുതൊട്ടേ വായിക്കുന്ന ഒരു പേപ്പറാണ്. കറക്റ്റ്, നാച്ചുറലി അങ്ങനല്ലേ വരത്തുള്ളൂ. മാധ്യമങ്ങൾ ഓരോന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പം ഞാൻ നാളെ ഡോക്ടർ അരുണിനെ കോട്ട് ചെയ്താൽ അത് ഡോക്ടർ അരുണിന്റെ വേർഷൻ അല്ലല്ലോ, ഡോക്ടർ അരുൺ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യം എന്നല്ലേ. ഇപ്പം ഞാൻ വേറൊരു ന്യൂസ് പറയാം. ഇന്നുമായിട്ട് വന്ന ന്യൂസാണ്. ഏകദേശം 9 ലക്ഷത്തോളം കേരളത്തിൽ നമ്മുടെ ലോക്കൽ ബോഡി ഇലക്ഷൻസിന്റെ വോട്ട് പട്ടികയിൽ വോട്ട് പോയല്ലോ. അതെന്താണ് ഇവിടെ ആരും ചർച്ച ചെയ്യാത്തത്? അതായത് ഇപ്പോഴത്തെ വോട്ടർ പട്ടികയും നേരത്തെയുള്ള വോട്ടർ പട്ടികയിലും 9 ലക്ഷം വോട്ടുകൾ കുറഞ്ഞു. രീതിയിലേക്ക് മാത്രം മരിച്ചവരെ ഒഴിവാക്കുന്നതിന് ആർക്കാ വിയോജിപ്പ്? ഇരട്ട വോട്ടുള്ളവരെ ഒഴിവാക്കുമ്പോൾ പക്ഷേ ഇവിടെ 87-ന് ശേഷം ജനിച്ച ആളുകൾ അച്ഛന്റെ അമ്മയുടെയൊക്കെ ജനന സർട്ടിഫിക്കറ്റ് കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ അത് പ്രാക്ടിക്കൽ ആണോ എന്നത് മാത്രമാണ് കേരള ചോദ്യം. അത് പ്രായോഗികമാണോ? ബീഹാറിന്റെ സാമൂഹിക അവസ്ഥ വെച്ച് 38 വയസ്സിനും 18 വയസ്സിനും ഇടയിലുള്ള എല്ലാ വോട്ടർമാരും അച്ഛന്റെയും അമ്മയുടെയും ജനന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്ന് പറഞ്ഞാൽ അത് പ്രായോഗികമാണോ? അതിന് ഉത്തരം കിട്ടിയാൽ മതി. അത് തെറ്റാണ് ഡോക്ടർ അരുൺ. ഇല്ല ഡോക്ടർ അരുൺ, അല്ല, തെറ്റാണ്. അത് തെറ്റാണ്. അങ്ങനല്ല എല്ലാവരും കൊടുക്കണമെന്നല്ല പറയുന്നത്. അതായത് അതും ഒരു ഓപ്ഷനാണ്. 11 ഡോക്യുമെന്റ്സിൽ അതും ഒരു ഓപ്ഷൻ മാത്രമാണ്. നിങ്ങളിൽ ഏത് സർട്ടിഫിക്കറ്റ് ഉണ്ടോ ആ സർട്ടിഫിക്കറ്റ് കൊടുക്കാം. ആധാറും വോട്ടർ പട്ടിക അത് എടുക്കൂല. സാധാരണക്കാരുടെ വീട്ടിലുള്ള റേഷൻ കാർഡ് ഉണ്ട്, അത് എടുക്കൂല. വോട്ടർ പട്ടിക അലൗ മീ ഡോക്ടർ അരുൺ, എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സമയം തരൂ. അതായത് ആധാറിന്റെ വിഷയത്തിൽ അത് ഞാൻ അതിനെ ടച്ച് ചെയ്യുന്നില്ല. കാരണം നമ്മുടെ ഇപ്പം മനസ്സിലാക്കിയത് അതൊരു പ്രൂഫ് ഓഫ് ഐഡന്റിറ്റി ആണ്, പ്രൂഫ് ഓഫ് സിറ്റിസൺഷിപ്പ് അല്ല. പക്ഷേ 28-ാം തീയതി സുപ്രീം കോടതി പറയാണ് ഒറ്റ സംശയം, നമ്മുടെ ബയോമെട്രിക് ഫീച്ചേഴ്സ് പോലുമുള്ള കാർഡല്ലേ ആധാർ കാർഡ്? നമ്മുടെ ബയോമെട്രിക് ഫീച്ചേഴ്സ് ഉള്ള കാർഡല്ലേ ആധാർ കാർഡ്? മറ്റേതെങ്കിലും ഒരു തിരഞ്ഞെടുപ്പ്, മറ്റേതെങ്കിലും ഒരു ID കാർഡിൽ നമ്മുടെ ബയോമെട്രിക് ഫീച്ചേഴ്സ് ഉണ്ടോ? ബയോമെട്രിക് ഫീച്ചേഴ്സ് ഉള്ള ഒരു കാർഡ് പോലും ആധികാരികമായി എടുക്കാൻ കഴിയില്ലെന്ന് പറയുന്നതിന്റെ ലോജിക്ക് എന്താണ്? അതങ്ങ് പറയും.
I'll tell you. ഞാൻ എന്താന്ന് വെച്ചാൽ ഇതിനകത്തുള്ളത് നോക്കും, നമ്മൾ ഈ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ അവിടെ ബയോമെട്രിക് നോക്കിയിട്ടാണോ ഡോക്ടർ വരുൺ വോട്ട് ചെയ്യുന്നത്? ആധാർ കാർഡ് മാത്രമാണ്. ആധാർ കാർഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര വലിയ ഫേക്ക് ആധാർ കാർഡ് എത്ര മാത്രമുണ്ട്? നമ്മൾ ഇവിടെ തന്നെ കേരളത്തിൽ എത്രയോ ഫേക്ക് ആധാർ കാർഡ് പിടിച്ചിട്ടില്ലേ? കേരള പോലീസിൽ പിടിച്ചിട്ടില്ലേ? ഒരു നിമിഷം, ആധാർ കാർഡ് ഫേക്ക് ആണെന്ന് വളരെ കൃത്യമായിട്ട് ഇത് പരിശോധിക്കുന്ന സമയത്ത് അതിന്റെ ID പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കറിയില്ലേ? അതിനകത്ത് എന്താ സംശയം? ഒരാൾക്ക് ഒരു UID ഉണ്ടാവും. എങ്ങനെ അറിയാൻ പറ്റും? ആധാർ കാർഡ് ഒരു ആധാർ അല്ല, അതല്ലല്ലോ ആധാർ കാർഡ്. ഞാൻ ആ ഡിബേറ്റിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. ബയോമെട്രിക് ഫീച്ചേഴ്സ് ഉള്ള UID കാർഡിനേക്കാൾ എന്ത് ആധികാരികതയാണ് ഒരു ഉദ്യോഗസ്ഥൻ നൽകുന്ന ജനറൽ സർട്ടിഫിക്കറ്റിലുള്ളത്? ഞാനത് പറയുന്നത് അത് സബ്ജുഡീസ് ആണ് ഡോക്ടർ അരുൺ. ലെറ്റ് ദ സുപ്രീം കോടതി ഡിസൈഡ്. സുപ്രീം കോടതി പറയുകയാണ് ആധാർ യൂസ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്കൊരു പ്രശ്നമില്ല. അതാണ് എന്റെ ചോദ്യം. കൗണ്ടർ അഫിഡവിറ്റ് കൊടുത്ത് തെരഞ്ഞെടുപ്പ് സുപ്രീം കോടതി അതിന്റെ വിധി പറയുമല്ലോ ഡോക്ടർ അരുൺ. സുപ്രീം കോടതി ജൂലൈ 28 അതിന്റെ വിധി പറയുമല്ലോ. ആധാർ യൂസ് ചെയ്യണമോ, അല്ലെങ്കിൽ വോട്ടർ ID കാർഡ് യൂസ് ചെയ്യണോ, അല്ലെങ്കിൽ റേഷൻ കാർഡ് യൂസ് ചെയ്യണോ എന്നുള്ളത് ലെറ്റ് സുപ്രീം കോടതി ടെൽ. അത് സുപ്രീം കോടതി പറഞ്ഞോട്ടെ. അതിനകത്ത് നമ്മളിപ്പം നമുക്ക് നമ്മളെ ഒപ്പീനിയൻ മാത്രമേ ഈ 11 രേഖകൾ ബീഹാറിലെ ഒരു സാധാരണക്കാരന്റെ കയ്യിൽ സാധ്യമാകാനുള്ള പ്രോബബിലിറ്റി എത്രയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അങ്ങ് പറയൂ. ഈ 11 രേഖകൾ നമുക്ക് ചർച്ച ചെയ്യാം. ഒന്ന്, ജനന സർട്ടിഫിക്കറ്റ്, അതായത് അച്ഛൻ്റെയും അമ്മയുടെയും ജനന സർട്ടിഫിക്കറ്റ്, സ്വന്തം ജനന സർട്ടിഫിക്കറ്റ് പോലും അല്ല, അതൊരു രേഖ. അത് ഇമ്പോസിബിൾ ആണ്, ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ്. അച്ഛൻ്റെയും അമ്മേൻ്റെയും ഒക്കെ ജനന സർട്ടിഫിക്കറ്റുമായിട്ട് 38 വയസ്സുള്ള വരണമെങ്കിൽ 60-70 വയസ്സുള്ളയാൾ അന്ന് ബീഹാറിൽ ഈ ജനന സർട്ടിഫിക്കറ്റ് ഇത്രയും നിരക്ഷരതയുള്ള, ഇത്രയും സാമൂഹിക ഭിന്നാവസ്ഥയുള്ള ബീഹാറിൽ അത് ഏറെക്കുറെ അസാധ്യമാണ്. അതുകൊണ്ട് നമുക്കത് ഒഴിവാക്കാം. ബാക്കി 10 പറയൂ. ബാക്കി എത്ര ഉണ്ട്? അത് നോക്കൂ. SC/ST സർട്ടിഫിക്കറ്റ്, ഫോറസ്റ്റ് റൈറ്റ് സർട്ടിഫിക്കറ്റ്, പെർമനന്റ് സർട്ടിഫിക്കറ്റ്, പിന്നെ സ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ് ആർക്കാണ് ബാധകം? ST വിഭാഗത്തിൽപ്പെട്ടവർക്കല്ലേ? സോറി, ഇത് ആ ആളുകൾക്ക് തന്നെയാണ്. See, and also നോക്കൂ, any certificate issued by local authorities, banks, PO and such prior to July 1987. Any certificate issued by bank. Dr. Arun, ബീഹാറിനെ പോലെ ഒരു ദരിദ്ര പിന്നോക്കാവസ്ഥയുള്ള ലോക്കൽ അതോറിറ്റീസ് ഉണ്ട്. ലോക്കൽ അതോറിറ്റീസും ഉണ്ട്, പോസ്റ്റ് ഓഫീസും ഉണ്ട്. അതിനകത്ത് പോസ്റ്റ് ഓഫീസും ഉണ്ട്, ലോക്കൽ അതോറിറ്റീസും ഉണ്ട്, ബാങ്ക്സും ഉണ്ട്. അപ്പം പോസ്റ്റ് ഓഫീസ് എങ്ങനെയാണ് ഒരാളുടെ പൗരത്വം സംബന്ധിച്ചുള്ള രേഖ ആധികാരികമായി നൽകുക? എങ്ങനെയാണ് പോസ്റ്റ് ഓഫീസ് നൽകുക? ഡോക്ടർ അരുൺ, നമ്മൾ ഇതിന്റെ പ്രൊസീജിയർ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. അതായത് ഈ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒരു ബ്ലോക്ക് ലെവൽ ഓഫീസർ, അതായത് ഒരു ബൂത്ത് ലെവൽ ഓഫീസർ 1000 വോട്ടേഴ്സ് ഉണ്ടെങ്കിൽ വീട്ടിൽ പോയി വെരിഫിക്കേഷൻ ചെയ്യുന്നതാണ് സ്പെഷ്യൽ. ഭരണകക്ഷിക്ക് വേണ്ടിയാണ് ഈ പരിഷ്കാരം നടത്തുന്നതുമാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ആരോപണം. BLO അങ്ങനാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, BLAക്ക് കൂടി അതിന്റെ കൂടെ, അതായത് ബ്ലോക്ക് ലെവൽ ഏജന്റ്സ്, രാഷ്ട്രീയ പാർട്ടി, ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവിടെ ഏജന്റ് ഉണ്ടെങ്കിൽ അവർക്ക് പോകാം, കോൺഗ്രസിന് പോകാമെങ്കിൽ കോൺഗ്രസിന് പോകാം, കൂടെ തന്നെ പോകാം. 4 ദിവസം മുമ്പാണ് കമ്മീഷൻ തീരുമാനമെടുത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റു കക്ഷികൾ കൂടി സഹകരിക്കണമെന്ന്. ഞാൻ അതിലേക്ക് വരാം. അതിഥികളായി ഡോക്ടർ വി ശിവദാസൻ MP, CPM പ്രതിനിധി PV അബ്ദുൽ വഹാബ്, UDF പ്രതിനിധി കേണൽ ഡിന്നി, BJP പ്രതിനിധി ഡോക്ടർ മോഹൻ വർഗീസ്, രാഷ്ട്രീയ നിരീക്ഷകർ എന്നിവരാണ്. ശ്രീ PV അബ്ദുൽ വഹാബ് MP, ഇപ്പോൾ BJP പ്രതിനിധി സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് ഈ തിരഞ്ഞെടുപ്പിനെ നമുക്ക് മാലിന്യമുക്തമാക്കാൻ നടത്തുന്ന ഒരു ശ്രമം എന്ന നിലയിലാണ്. പക്ഷെ അടിസ്ഥാനമായ ചോദ്യം അപ്പോഴും അവിടെ ബാക്കി നിൽക്കുന്നു. ഈ 11 രേഖകളും ഉണ്ടാക്കാൻ 38 വയസ്സിനും 18 വയസ്സിനും ഇടയിലുള്ള വോട്ടർ പട്ടികയിൽ പുതുതായിട്ട് പേര് ചേർക്കുന്ന ഒരു വോട്ടർ ഓടി നടക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുന്നു. മാത്രവുമല്ല, അജിത് അഞ്ജുവിനെ പോലെയുള്ള മാധ്യമപ്രവർത്തകനെ ഇതിലുള്ള ക്രമക്കേടുകൾ ചോദ്യം ചെയ്തതിൻ്റെ പേരിൽ അയാൾക്കെതിരെ FIR ഇട്ട് കേസെടുക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ BLA പാർട്ടിയുടെ ഏജന്റ് എന്ന മട്ടിൽ അവിടെ വലിയ രീതിയിൽ ക്രമക്കേടുകൾ നടത്തുന്നു എന്നാണ് ആക്ഷേപം. പക്ഷേ അവിടെ ചോദ്യം ഇതാണ്, ഹൈക്കോടതിയുടെ ഉത്തരവ് വരുന്നത് വരെ കാത്തിരുന്നുകൂടെ? അതിനു മുമ്പ് പാർലമെന്റ് സ്തംഭിപ്പിക്കുന്നത് എന്തിനാണ്? ശ്രീ PV അബ്ദുൽ വഹാബ് MP. അത് നല്ല ചോദ്യം. ആകെ കുറച്ച് ദിവസമുള്ളത്. കോടതി എന്തു പറയും എന്നുള്ള കോടതിക്ക് തീരുമാനിച്ചോട്ടെ. പക്ഷെ നമുക്ക് നമ്മുടെ ഒരു ബാധ്യത ഇല്ലേ? ഉദാഹരണത്തിന് പറയാം, എൻ്റെ വീട്ടിൽ എൻ്റെ കമ്പനികളിൽ ഒക്കെ എത്രയോ ബംഗാളികളും ബീഹാറികളും ആസാമികളും വർക്ക് ചെയ്യുന്നുണ്ട്.
അവരൊക്കെ ഈ സമയത്ത് നാട്ടിലേക്ക് പോവുകയാണ് വോട്ട് ചെയ്യാൻ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാനൊക്കെ പ്രവാസിയായിരുന്നു. ഞങ്ങളൊക്കെ ദുബായിൽ നിൽക്കുമ്പോൾ ഇവിടെ ഒന്ന് വോട്ട് ചെയ്യായിരുന്നു. ഇവിടെ വോട്ടർ ലിസ്റ്റിൽ നിന്ന് പേര് ഒഴിവാക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ചില BLOമാർ ചില പാർട്ടിക്കാരൊക്കെ ഉപയോഗിച്ചിട്ട്, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ അറിയാലോ, ഞാൻ കൂടുതൽ പറയുന്നില്ല. അതൊക്കെ ഒഴിവാക്കി നമുക്ക് ഇവിടെ വോട്ട് ചെയ്യാൻ പറ്റും എന്നാക്കി. പക്ഷെ ഇവിടെ ഇപ്പോൾ അവിടെ ആ വീട്ടിലില്ല, അവരൊക്കെ ഒഴിവാണ്. ഇത് മറ്റതൊക്കെ പോട്ടെ, ഈ അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർ, പുറത്ത് ജോലി ചെയ്യുന്ന കേരളത്തിൽ ഇന്ത്യൻ പൗരനല്ലേ, അയാൾക്ക് എവിടെയും ജോലി ചെയ്തുകൂടെ? എവിടെയും വോട്ട് ചെയ്തോടെ? ഇവിടെയും വോട്ട് ചെയ്യാൻ സമ്മതിക്കൂല, അവിടെയും വോട്ട് ചെയ്യാൻ സമ്മതിക്കൂല. ഇവിടെ പറയും ബംഗാളിയാണ് അല്ലെങ്കിൽ ബീഹാറിയാണ്, അവിടെ പറയാ നിങ്ങൾ ഇവിടെ ആളില്ല. ഇത് തികച്ചും വളരെ വ്യക്തമല്ല. നമ്മളിതൊന്നും പറയേണ്ട കാര്യമില്ല. നമ്മളെ പ്രത്യേകിച്ച് കേരളത്തിലെ എല്ലാ ആൾക്കാർക്കും BJPക്കാർക്ക് അടക്കം അറിയാം ഇത് ഒരു ബീഹാർ പിടിച്ചടക്കുക, ബംഗാൾ പിടിച്ചടക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യമാണ്. കേരളത്തിൽ ഇതേമാതിരി കൊടുത്തു നോക്കട്ടെ, എവിടുന്ന് സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ പറ്റുക? എല്ലാം തേഞ്ഞ കേരളമാണല്ലോ, കേരളത്തിൽ പറ്റുമോ? ഇത് അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ എത്ര ആൾക്കാർ വോട്ടില്ലാതെയാവും? ഇത് നടക്കുന്ന സംഗതിയല്ല. ഇത് എനിക്കൊക്കെ പരിപൂർണ്ണ ഉറപ്പാണ് കോടതി ഇതും കൂടി സമ്മതിക്കൂല എന്ന് ഉറപ്പാണ്. കോടതി അലക്ഷ്യാവും എന്നുള്ള നിലയ്ക്ക് ഞാനൊന്നും പറയുന്നില്ല. ഇത് വളരെ വ്യക്തമായി കടുംവെട്ടാണ്. നമുക്ക് ഇതിന് വെട്ടിനിരത്തലല്ല, അതിന്റെ അപ്പുറമുള്ള വെട്ടാണ്, കടുംവെട്ടാണിത്. ഇത് ഒരിക്കലും അനുവദിച്ചു. ഈ ഒരു ഇലക്ഷൻ ബീഹാറിൽ നടത്തിയിട്ട് നോക്കൂ, PV അബ്ദുൽ വഹാബ് MP പറയുന്നില്ലേ, അദ്ദേഹത്തിന്റെ അനുഭവം തന്നെയാണ് പറയുന്നത്. ഇതൊരു കാലത്തുണ്ടായിരുന്നതാണെന്നേ. BLAമാർ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആളുകളെ എങ്ങനെ ഒഴിവാക്കണം എന്നാലോചിച്ച് നടന്നിരുന്ന കാലമുണ്ട്. ഇതിപ്പോൾ ബീഹാറിൽ അത് സംഭവിക്കുക. ബീഹാർ എനിക്കൊന്ന് 31 ലക്ഷമോ മറ്റോ വോട്ടർമാരാണ് ബീഹാറിലെ വോട്ടർ പട്ടികയിൽ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ മൈഗ്രേറ്റ് ചെയ്തു എന്ന കാരണത്താൽ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്. അവരൊക്കെ അവരുടെ നാട്ടിൽ ഒക്ടോബറിൽ തെരഞ്ഞെടുപ്പിന് പോകാനിരിക്കുന്നവരാ. അവരിൽ പലരും BJPക്കെതിരെ വോട്ട് ചെയ്യുന്നവരുമായിരിക്കും. ചിലപ്പോൾ RJDക്ക് അനുകൂലമായി, ഇല്ലെങ്കിൽ കോൺഗ്രസിന് അനുകൂലമായി ഒക്കെ വോട്ട് രേഖപ്പെടുത്തുന്നവരായിരിക്കും. അവരെ തെരഞ്ഞു വിളിച്ചൊഴിവാക്കി എന്നുള്ളതാണ് ആക്ഷേപം. എന്താ മറുപടി ശ്രീ കേണൽ ഡിന്നി? ഓക്കെ ഡോക്ടർ, അതിൻ്റെ മറുപടി ഞാൻ കൃത്യമായിട്ട് പറയാം. ഫസ്റ്റ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ ബ്ലോക്ക് ലെവൽ ഏജന്റ്, അത് 24 ജൂൺ എന്നാണോ ഇലക്ഷൻ കമ്മീഷൻ ഈ ഒരു നോട്ടിഫിക്കേഷൻ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷന് വേണ്ടി ഇട്ടത്, അന്ന് തന്നെ അവരുടെ വെബ്സൈറ്റിൽ ഇട്ടിട്ടായിരുന്നു ഇങ്ങനെ BLA പോകണമെന്നുള്ളതും BLAക്ക് വേണ്ടിയുള്ള ചൊല്ല്. അതൊന്നും. രണ്ടാമതായിട്ട് എങ്ങനെയാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ബീഹാറിലെ ഒരു പൗരൻ നമ്മളിവിടെ അതിഥി തൊഴിലായിട്ട് വർക്ക് ചെയ്യാണ്, അദ്ദേഹത്തിന് എങ്ങനെയാണ് അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഈ ഫോം ഫില്ല് ചെയ്യാന്നുള്ള പ്രൊസീജിയർ? അതായത് ഈ ബ്ലോക്ക് ലെവൽ ഓഫീസർ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോകുമ്പോൾ, അതായത് തീർച്ചയായിട്ടും അതിന് വീട് കാണുമല്ലോ, ആ വീട്ടിൽ പോകുമ്പോൾ ആ വീട്ടുകാർ പറയും എൻ്റെ 2 ആൺമക്കള് കേരളത്തിൽ വർക്ക് ചെയ്യാണ്, അവരുടെ നമ്പർ ഇതാണ്. അപ്പൊ ഈ ഫോം അവർക്ക് അയച്ചു കൊടുക്കാം. അവരിവിടുന്ന് അയച്ചെടുത്തിട്ട് ആ ഫോം ഇവിടെ എടുത്ത് സൈൻ ചെയ്ത് തിരിച്ച് ഒന്നീ BLOക്ക് ഡയറക്റ്റ് ആയിട്ട് വാട്സപ്പ് ചെയ്ത് കൊടുക്കാം, അതല്ലെങ്കിൽ അവരുടെ സ്വന്തം വീട്ടിൽ അയച്ചു കൊടുക്കാം. അത് ഫോം ഫില്ല് ചെയ്താൽ മതി. ഇതാണ് പ്രൊസീജിയർ. PV അബ്ദുൽ വഹാബിന്റെ വേണ്ട, പെരുമ്പാവൂരിൽ പണിയെടുക്കുന്ന സാധാരണ ഒരു ബീഹാറിലെ തൊഴിലാളി, അയാളുടെ തൊഴിലിടത്തിൽ അയാൾക്കിത് BLO അയച്ചു കൊടുക്കുന്നു, അയാൾ ഇത് ഡൗൺലോഡ് ചെയ്യുന്നു, അക്ഷരമറിയാത്ത അയാൾ ഇത് ഫില്ല് ചെയ്യുന്നു, എന്നിട്ട് ഇയാൾ ഇത് സ്വന്തമായിട്ട് സ്കാൻ ചെയ്യുന്നു, എന്നിട്ടിത് ആ BLO ഓഫീസർക്ക് അയച്ചു കൊടുക്കുന്നു. ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ ശ്രീ കേണൽ ഡിന്നി? ഡോക്ടർ അരുൺ ധാരാളം ട്രാവൽ ചെയ്ത ആളാണെന്ന് എനിക്കറിയാം. ഗുജറാത്തിൽ മറ്റു സ്ഥലത്തൊക്കെ പോയിട്ടുള്ള ആളാണെന്ന് അറിയാം. നമ്മൾ ഇത്രയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് ഒരു ബിഹാറിൽ എന്നുള്ള നമ്മൾ ഇത്ര അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ഇല്ല, പുറത്ത് പോയ ഒരാളെ നമ്മളെ വരുന്ന അതിഥി തൊഴിലാളിയായിട്ട് വരുന്ന ഒരാൾക്ക് വാട്സ്ആപ്പ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അറിയത്തില്ല, അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യാൻ എങ്ങനെയാണെന്ന് ഡൗൺലോഡ് ചെയ്ത് പൂരിപ്പിച്ച് ഇത് വീണ്ടും അപ്ലോഡ് ചെയ്ത് അവിടെ അയച്ചു കൊടുത്ത് സത്യസന്ധമായിട്ട് രേഖപ്പെടുത്തുക കൂടി വേണം. ഇത്രയും കാര്യത്തിലാണ് സംശയം. ശ്രീ ശിവദാസൻ MP, തീർച്ചയായിട്ടും നോക്കൂ, ഇത് ട്രാൻസ്പെറന്റ് അല്ലേ എന്നാണ് കേരളം ടിവി ചോദിക്കുന്നത്. അതിന്റെ ഒരു പ്രൊസീജിയർ ഡോക്ടർ അരുൺ, ജസ്റ്റ് 1 second മോർ. ഇവിടെ ഞാൻ പറഞ്ഞോട്ടെ ഇവിടെ BJPയുടെ പ്രതിനിധി ആദ്യം ഹിന്ദുവിനെ കൂട്ടി ചെയ്താണ് തുടങ്ങിയത്. തെറ്റ് പറ്റിയാൽ അത് സമ്മതിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാന മാന്യത. അതിലൊന്നെന്താണ്, ഞാനിവിടെ റിപ്പോർട്ടർ ചാനലിൻ്റെ ചർച്ചയിൽ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് റിപ്പോർട്ടർ ചാനൽ പറയുന്നതല്ല, അത് ശിവദാസൻ പറയുന്നതാണ്. കേൾക്കൂ, ഇലക്ഷൻ കമ്മീഷൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞതാണ്, അത് പ്രസിദ്ധീകരിച്ച പത്രം പറഞ്ഞത് എന്ന് പറയാൻ പാടില്ല. 2, BJPയെയും RSSനെയും നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല.
കാരണം അവർ ഭയങ്കര അത്ഭുതങ്ങളൊക്കെ നടത്തുന്ന ആളുകളാണ്. ഈ വാട്സപ്പിൽ അയച്ചു കൊടുക്കുകയും ആളെ കൊണ്ട് രജിസ്റ്റർ ചെയ്യിപ്പിക്കാനും ഒക്കെ അത് നിരക്ഷരാണെങ്കിലും അത് സാധിക്കുമെന്ന് തെളിയിക്കാൻ പറ്റുന്ന ആളുകളാണ് അവർ. കാരണം അവരിങ്ങനെ തെളിയിച്ചു കഴിഞ്ഞു. ഇപ്പോൾ 20 ലക്ഷത്തിലധികം ആളുകൾ മരണപ്പെട്ടു എന്ന് പറഞ്ഞ് പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട്. 20 ലക്ഷത്തിലധികം ആളുകൾ 20 ലക്ഷത്തിലധികം ആളുകൾ മരണപ്പെട്ടു എന്ന് പറഞ്ഞ് നീക്കം ചെയ്യപ്പെട്ട ഈ പട്ടികയിൽ പുതിയതായി ഇങ്ങനെ വാട്സപ്പിലേക്ക് അയച്ചു കൊടുത്ത് അവിടെ രജിസ്റ്ററിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ആളുകളാണെന്ന് പറഞ്ഞിട്ടുള്ള ആളുകളായിരിക്കുകയാണ്. ആ ആളുകളെക്കുറിച്ച് നോക്കണം എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ആളുകൾ ഇങ്ങനെ മരണപ്പെട്ടവരായിട്ടുള്ള ആളുകൾ കൂട്ടിച്ചേർക്കപ്പെട്ടവരിലുണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. രാമാനന്ദ് ശർമ്മ 2025 ജനുവരിയിൽ മരിച്ചു, പക്ഷേ ഫോം അപ്ലോഡായി എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. ഭാര്യ ബച്ചി ദേവി 6 വർഷം മുമ്പ് മരിച്ചു, എന്നാൽ ഫോം അപ്ലോഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു. നിരവധിയായിട്ടുള്ള ന്യൂസുകൾ വിവിധ പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും വെച്ചുകൊണ്ടാണ് അവിടെ ബീഹാറിനകത്ത് ജനകീയ പ്രക്ഷോഭം ഉയർന്നു വന്നിട്ടുള്ളത്. ഞാനൊരു ഇടവേള കൂടി എടുത്ത് എനിക്ക് വളച്ചു നിർത്താനോ കമ്മീഷനായിരുന്നു ചോദ്യം. 1 മിനിറ്റ് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ശ്രീ മോഹൻ വർഗീസ്, ഇനി കോടതിയുടെ വിധിക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. പക്ഷേ ഇതേ ചോദ്യം ബാക്കി നിൽക്കുന്നു. ഇത്രയും ബുദ്ധിമുട്ടേറിയ ഒരു തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കേണ്ടെന്ന് കുറേ ചെറുപ്പക്കാരെങ്കിലും വിചാരിച്ചാൽ ഈ തെരഞ്ഞെടുപ്പിൽ മാറ്റമുണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു വലിയ വിഭാഗത്തെ ഒഴിവാക്കുകയല്ലേ ചെയ്യുക? അത് തന്നെയാണോ ഭരണകക്ഷിയുടെ ലക്ഷ്യമെന്ന് സംശയിച്ചാൽ തെറ്റു പറയാൻ കഴിയുമോ? ഏകപക്ഷീയമായ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ഒരു മാറ്റമുണ്ടാവില്ല. അത് ജനാധിപത്യ ഘടനയ്ക്ക് തന്നെ ഒരു വലിയ ഘടനയെ തന്നെ ദുർബലമാക്കുന്ന ഒന്നാവും. അതുകൊണ്ട് ആ ഒരു രീതിയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇപ്പൊ തേജസ്വി RJD നേതാവ് തേജസ്വി യാദവിന്റെ ഭാഗത്തു നിന്ന് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുന്നതിനെ കുറിച്ച് പോലും ഗൗരവമായി ചിന്തിക്കുന്നു എന്ന ഒരു പ്രഖ്യാപനമാണ് വന്നിരിക്കുന്നത് അവസാന നിമിഷങ്ങളിൽ. അതുകൊണ്ട് ഇതൊരു യഥാർത്ഥത്തിൽ ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ്, രാഷ്ട്രീയ കക്ഷികൾക്ക് മത്സരിക്കാവുന്ന, ജനഹിതം ഒരു സുതാര്യമായ രീതിയിൽ പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒരു കളം ഒരുക്കേണ്ട ചുമതലയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉള്ളത്. ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കുറ്റമറ്റ രീതിയിൽ പ്രവർത്തിക്കുകയും വേണ്ടാത്ത ആളുകളെ, മരിച്ചുപോയ ആളുകളെ അല്ലെങ്കിൽ അർഹതയില്ലാത്ത ആളുകളെ, പൗരന്മാരല്ല എന്ന് കണ്ടെത്തിയ ആളുകളെ പുറത്താക്കുകയും ചെയ്യുക. പക്ഷെ ഇവിടുത്തെ ഒരു പ്രധാന ചോദ്യം, ഇപ്പോൾ ഈ ചർച്ചയിൽ ഉരുത്തിരിയുന്ന പ്രധാന ചോദ്യം, പൗരത്വവുമായി ബന്ധപ്പെട്ടാണോ ഈ എക്സസൈസുകളെല്ലാം നടക്കുന്നത്? ആത്യന്തികമായി ഒരു ചെറിയ വിഭാഗം ആളുകളെയെങ്കിലും അവരുടെ പൗരത്വത്തെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് അവരെ ആ ഒരു ഘടനയിൽ നിന്ന് തന്നെ പുറത്ത് കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണോ? ഈ ബീഹാർ മോഡൽ പരീക്ഷണം മറ്റ് ഇടങ്ങളിലേക്ക് കൂടി വ്യാപിക്കുന്ന ഒരു ലക്ഷണമുണ്ടോ? ഇതെല്ലാം തീർച്ചയായും ഇന്ത്യയുടെ ഒരു തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ മാത്രമല്ല ജനാധിപത്യ ഘടനകളെ പോലും വലിയ രീതിയിൽ അസ്ഥിരപ്പെടുത്താൻ പര്യാപ്തമാണ്. അതുകൊണ്ട് കോടതിയുടെ ഭാഗത്തു നിന്ന് 28-ാം തീയതി വരുന്ന കാത്തിരിക്കാം നമുക്ക് ആ വിധി. താങ്ക് യു മോഹൻ വർഗീസ്, താങ്ക് യു ഡോക്ടർ വി ശിവദാസൻ, താങ്ക് യു PV അബ്ദുൽ വഹാബ് MP, താങ്ക് യു കേണൽ ഡിന്നി ചർച്ചയിൽ ചേർന്നതിന്. Debate with Dr. Arun Kumar.